ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ ഫലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി വറസൂലിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പടച്ച റബ്ബിൻ്റെ ആജ്ഞാനുവർത്തികളായി സംശുദ്ധമായ ജീവിതം നയിക്കാൻ അവൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ യാത്രയിൽ സൗദി അറേബ്യയിലെ അവസാനത്തെ പ്രോഗ്രാമാണിന്ന്. ഇവിടെ വന്ന ആദ്യ ദിവസം എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ട വിഷയമാണ് ഈ അവസാന ദിവസം സംസാരിക്കുന്നത്. കുടുംബം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരുപാട് പ്രതീക്ഷകളും പ്രാർത്ഥനകളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന, ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുന്ന, വളർച്ചയുടെയും വികാസത്തിൻ്റെയും പരിണാമങ്ങൾ കണ്ടറിയുവാൻ കഴിയുന്ന, ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെടുന്ന, എല്ലാറ്റിലും ഉപരി സന്തോഷവും സമാധാനവും കളിയാടുന്ന ഒന്ന്. ഇസ്ലാം ആ വിഷയത്തെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഈ പ്രപഞ്ചത്തിലെ സകലമായ സൃഷ്ടിജാലങ്ങളും പരസ്പരം ആകർഷിക്കപ്പെടുന്ന വിധം ഇണകളായി തുണകളായി നിലകൊള്ളുന്നു എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമ്മോട് പറയുന്നുണ്ട്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഇണകളായി എല്ലാ ഇണകളെയും സൃഷ്ടിച്ചിരിക്കുന്ന പടച്ചതമ്പുരാൻ സകലമായ ന്യൂനതകളിൽ നിന്നും മുക്തനാണ്. അവൻ ഇണകളായി സൃഷ്ടിച്ചതാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവിയും എന്നതിൻ്റെ അടയാളങ്ങളാണ്, ഉദാഹരണങ്ങളാണ് നമുക്ക് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടികൾ. മനുഷ്യരെയും അങ്ങനെ തന്നെയാണ്. മനുഷ്യർക്ക് നേരിട്ട് പരിചിതമല്ലാത്ത പല ജീവികളും സൃഷ്ടികളും പ്രപഞ്ചത്തിലുണ്ട്. അവയും അങ്ങനെ തന്നെ. അപ്പോൾ ഈ പരസ്പര ആകർഷണം എന്നത് മനുഷ്യന്റെ മാത്രം വിഷയമല്ല. പ്രകൃതിയിലെ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിജാലങ്ങളിലും നമുക്കത് കാണാൻ കഴിയും. എന്നാൽ എല്ലാ ആകർഷണങ്ങൾക്കും ചില പ്രത്യേക നിയമങ്ങളും അതിർവരമ്പുകളും പരിധികളും പരിമിതികളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അത് പുലർത്തി മുന്നോട്ട് പോകാൻ അവയ്ക്ക് സാധിക്കുമ്പോഴാണ് അവയെല്ലാം സമാധാനത്തോടെ സന്തോഷത്തോടെ നിലകൊള്ളുക. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയതാണ് സൗരയൂഥത്തിലെ
ഓരോ ഗോളങ്ങളും ഗ്രഹങ്ങളും അവ തമ്മിൽ പരസ്പരം ഒരു ആകർഷണമുണ്ട്. ആ ആകർഷണത്തിന് ഒരു നിയമത്തിന്റെ, ഒരു അതിർവരമ്പിന്റെ, പരിധിയുടെ പശ്ചാത്തലമുള്ളതുകൊണ്ട് അവയ്ക്കോരോന്നും അവയുടേതായിരിക്കുന്ന ദൗത്യം നിർവഹിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അപ്പോൾ ഭൂമിയും സൂര്യനും തമ്മിൽ വലിയ ആകർഷണമുണ്ട്. എന്നാൽ അത് എത്ര വരെ ആവാം, എത്ര വരെ ആയിക്കൂടാ. ആ ഒരു നിയമത്തെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭൂമി ഇങ്ങനെ വളരെ വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് വല്ലാതെ അങ്ങോട്ട് സൂര്യനിലേക്ക് അടുത്തുകൂടാ, എന്നാൽ വല്ലാതെ അകന്നുകൂടാ. അങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഭൂമിക്ക് ഭൂമിയായും സൂര്യന് സൂര്യനായും നിലകൊള്ളുവാനും അവയുടെ ദൗത്യം കൃത്യമായി കണിശമായി നിർവഹിക്കുവാനും സാധിക്കുന്നത്. എല്ലാ സൃഷ്ടിജാലങ്ങളുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അവിടെ ഒരു നിയമമുണ്ട് എന്നർത്ഥം. ഒരു തരി മണലൊന്നുമല്ല, കോടിക്കണക്കിന് മണൽത്തരികളുടെ വളരെ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന സംഗമം നമുക്ക് ഇറങ്ങി നടക്കുവാനും വിരിച്ചു കിടക്കുവാനുമുള്ള പ്രബലമായ ഒരു പ്രബലമാക്കി അതിന് മാറ്റുകയാണ്. അവിടെയൊക്കെ നമുക്ക് ചില ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് ഖുർആൻ എടുത്ത് പറയുന്നുണ്ട്. എന്നാൽ എല്ലാ ദൃഷ്ടാന്തങ്ങളെയും നോക്കിക്കാണുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ചിലപ്പോൾ വളരെ ആഴത്തിൽ നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടി വരും. വളരെ സമയവും കാലവും അധ്വാനവും സമ്പത്തുമൊക്കെ അതിന് വിനിയോഗിക്കേണ്ടി വരും. എന്നാൽ അത്രയൊന്നും ആവശ്യമില്ലാതെ വളരെ ലളിതമായി, വളരെ മനോഹരമായി, സുന്ദരമായി പടച്ച തമ്പുരാൻ മനുഷ്യ ജീവിതത്തിൽ ഇടപെടുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾ ആ ചെറുപ്പക്കാരനെയും ആ ചെറുപ്പക്കാരെയും നോക്കുക എന്നാണ്. കൃത്യമായി പറഞ്ഞാൽ ഭിന്നമായ ശരീരപ്രകൃതിയുള്ള, ഭിന്നമായ അഭിലാഷങ്ങളും താല്പര്യങ്ങളുമുള്ള, ഭിന്ന വികാരങ്ങളും വിചാരങ്ങളുമുള്ള, വ്യത്യസ്തമായ കുടുംബങ്ങളിൽ വളർന്നു വന്നിരിക്കുന്ന രണ്ട് വ്യക്തികൾ ചില പ്രത്യേക നിയമങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവരിപ്പോൾ ഒന്നായി മാറിയിരിക്കുന്നു. അത് അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. അവൻ ഇവിടെ ഇടപെടുന്നു എന്നതിന്റെ അടയാളമാണെന്നാണ് ഖുർആൻ എടുത്ത് പറഞ്ഞത്. എല്ലാ നിക്കാഹിന്റെ ഖുത്ബയിലും നമ്മൾ ആയത്ത് കേൾക്കാറുണ്ട്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജ. മനുഷ്യർക്ക് മനുഷ്യരായ ഇണകളെ നൽകിയതാണ് ദൃഷ്ടാന്തമെന്നാണ് പൊതുവിൽ അതിന്റെ വിവക്ഷയായി പറയപ്പെടാറുള്ളത്. ഒരുപക്ഷെ അതിലേറെയുള്ള ഒരു സംഗതിയാണ് ഈ രണ്ട് മനുഷ്യന്മാർ, രണ്ട് വ്യക്തികൾ, രണ്ട് വ്യക്തിത്വങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒന്നായി മാറുന്നു. എല്ലാ ഭിന്നതകളും അവർക്കിടയിലുണ്ട്. ആ ഭിന്നതകളെയൊക്കെ പൊരുത്തപ്പെട്ട് അംഗീകരിച്ച് ഉൾക്കൊണ്ട് ഒന്നാവാൻ സാധിക്കുന്ന ബന്ധം. ഇപ്പൊ വിശുദ്ധ ഖുർആൻ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ. മാതാപിതാക്കൾ വളരെ വലിയൊരു ബന്ധമാണ്. പടച്ചറബിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നതിന്റെ കൂടെയാണ് മാതാപിതാക്കളുള്ള ബാധ്യതകളെ കുറിച്ച് ഖുർആൻ നമ്മോട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പടച്ചവന് പകരമായി നമുക്കൊന്നും സ്വീകരിക്കാനില്ല. മനുഷ്യബന്ധങ്ങളിൽ നമുക്ക് പകരം വെക്കാനില്ലാത്ത ബന്ധമാണ് മാതാപിതാക്കളുടെ ബന്ധം. മറ്റെല്ലാ ബന്ധങ്ങളെയും നമുക്ക് വേണമെങ്കിൽ പകരം സ്വീകരിക്കാം, അതിനവസരമുണ്ട്. പക്ഷെ മാതാപിതാക്കൾക്ക് പകരം മാതാപിതാക്കൾ മാത്രം. അത്രയും അടുത്ത ബന്ധമാണ് മാതാപിതാക്കൾ തമ്മിൽ. എങ്കിൽ അതുപോലെ തന്നെയാണ് മക്കളോടുള്ള ബന്ധം, അത്രയും അടുത്ത ബന്ധമാണ്. പിന്നെ അല്പം അകലെ നിൽക്കുന്ന വേറെ കുറെ ബന്ധങ്ങൾ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ, ബന്ധുക്കൾ, മിത്രങ്ങൾ, അങ്ങനെ അങ്ങനെ നമ്മുടെ ബന്ധങ്ങളുടെ തലങ്ങൾ വളരെ വിശാലമായി കടന്നു പോകുന്നുണ്ട്. എന്നാൽ ഈ പറയപ്പെട്ട എല്ലാ ബന്ധങ്ങളിലും ചില പരിധികൾ, പരിമിതികൾ, അതിർവരമ്പുകളൊക്കെ ഉണ്ട്. മനുഷ്യ ജീവിതത്തിൽ ഒരു പരിധിയും ഒരു പരിമിതിയും അതിർവരമ്പുകളൊന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ലാത്ത ബന്ധം, അതാണ് ദാമ്പത്യം. അതുകൊണ്ടാണ് ആ ദാമ്പത്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തോട് ഉപമിച്ചത്. ഈ വസ്ത്രത്തോട് ഉപമിക്കുമ്പോൾ അതിനെ തെറ്റിദ്ധരിച്ചവരോ തെറ്റിദ്ധരിപ്പിക്കുന്നവരോ എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്.
വസ്ത്രം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടപ്പോൾ പുതിയൊരു വസ്ത്രം വാങ്ങി, അത് കുറച്ച് ദിവസം നമ്മളിങ്ങനെ ഉപയോഗിച്ചു, അഴുക്കായപ്പോൾ നമ്മൾ അത് അലക്കി വീണ്ടും അയൺ ചെയ്തു, വീണ്ടും ഉപയോഗിച്ചു. അങ്ങനെ 8 10 തവണയൊക്കെ അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ആ ഷോപ്പിൽ ഇങ്ങനെ വേറെ ഷർട്ട് തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം ഇത് മാറ്റി വെച്ച് അത് വാങ്ങി. പിന്നെ അങ്ങനെ കുറച്ചപ്പുറം പോകുമ്പോൾ അപ്പുറത്തെ ഷോപ്പിൽ വേറെ ഒന്ന് കുറച്ചുകൂടി തിരക്കുള്ളതാണ്, അപ്പോൾ അതൊന്ന് വാങ്ങി. അങ്ങനെ തോന്നുന്നതിനനുസരിച്ച് ഇങ്ങനെ വാങ്ങാനും ഉപയോഗിക്കാനും, ഉപയോഗം കഴിഞ്ഞാൽ വലിച്ചെറിയുവാനുമുള്ളതാണ് ദാമ്പത്യമെന്ന അങ്ങനെ ഒരു ധാരണ പരത്താൻ ചിലരൊക്കെ ഈ ആയത്തുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഖുർആൻ പറഞ്ഞു വെച്ചെന്താണ്? മനുഷ്യ ജീവിതത്തിൽ അവൻ ജനിച്ചു വരുമ്പോൾ കൂടെ ഇല്ലാത്തതാണല്ലോ വസ്ത്രം, അന്ന് കൂടെയില്ല. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത്. നമ്മൾ ജനിച്ചു വരുമ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഭാര്യയില്ല, ഭർത്താവില്ല, കാലങ്ങളോളമില്ല. എന്നാൽ അവർ വന്നു കഴിഞ്ഞാൽ അവർ നമ്മോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവർ. വസ്ത്രം നമുക്ക് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നുമൊക്കെ സംരക്ഷണം നൽകുന്നുണ്ട്. ഇണയും തുണയും അങ്ങനെ തന്നെയാണ്, പരസ്പരം അവർ സംരക്ഷണമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന്റെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത് വസ്ത്രമാണ്. ഇണയും തുണയും അങ്ങനെ തന്നെയാണ്, പരസ്പരം ന്യൂനതകൾ മറച്ചു വെക്കാൻ സാധിക്കുന്നത്, സാധ്യമാകേണ്ടത്. അവസാനം പറഞ്ഞെന്താ? വസ്ത്രമെന്ന് പറഞ്ഞാൽ നമുക്ക് സൗന്ദര്യവും അലങ്കാരവും നൽകുന്നു. അതുകൊണ്ടാണ് ഔറത്ത് മറക്കാൻ മാത്രമല്ല വസ്ത്രം എന്ന് പറഞ്ഞത്, അത് അലങ്കാരത്തിന് വേണ്ടി കൂടിയാണ്. ആ അലങ്കാരം തന്നെയാണ് ഒരു ദമ്പതികളുടെ ജീവിതത്തെ നമ്മൾ കാണുന്നത്. അവർ പരസ്പരം സൗന്ദര്യമാണ്, അലങ്കാരമാണ്. അതെങ്ങനെ മനസ്സിലാവും? നമ്മളൊക്കെ എല്ലാ സന്ദർഭങ്ങളിലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബന ഹബലന മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. ഭാര്യയെ കാണുമ്പോൾ, ഭർത്താവിനെ കാണുമ്പോൾ നമ്മുടെ കണ്ണിന് ഒരു അങ്ങനെ വല്ലാത്തൊരു തെളിമ, ഒരു അങ്ങനെയാണ്, അതിങ്ങനെ വിടർന്നു നിൽക്കും. കൺകുളിർമ എന്നതിനെ നമുക്ക് അങ്ങനെയൊക്കെ കാണാം. ഭാര്യയിലൂടെ, ഭർത്താക്കളിലൂടെ, മക്കളിലൂടെ നമുക്ക് ലഭ്യമാകേണ്ടുന്ന കൺകുളിർമയെക്കുറിച്ചാണ് നമ്മുടെ പ്രാർത്ഥന. അതിനവസാനത്തെ ഭാഗം ഞങ്ങളെ നീ നല്ല മനുഷ്യന്മാർക്ക് മാതൃകകളാക്കി മാറ്റണമേ എന്നാണ്. എന്താണ് മാതൃക? അപ്പൊ എന്നെയും എന്റെ ഭാര്യയെയും കണ്ടാൽ നിങ്ങൾക്ക് പറയാൻ പറ്റണം ഇവരൊരു മാതൃകാ ജോഡിയാണ്, ഇതൊരു മാതൃകാ ജോഡി, സ്വീറ്റ് കപ്പിൾസ് എന്ന് നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് പറയാൻ പറ്റണം. അതിനാണ് ഈ പ്രാർത്ഥന. വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറഞ്ഞാൽ കുറെ മുത്തഖികൾ നിസ്കരിക്കുന്ന പള്ളിയിൽ പോയിട്ട് നമ്മളെ ഇമാം നിർത്തണമെന്നല്ല. മനസ്സിലല്ലേ? നിസ്കരിക്കലവരാണല്ലോ അല്ലെ, മുത്തഖിങ്ങളാണ്. അപ്പൊ അവരുടെ മുമ്പിൽ നമ്മളെ ഇമാമാക്കി നിർത്തണമെന്നല്ല. മറിച്ച് നല്ല മനുഷ്യന്മാർ നല്ല മാതൃകകൾ തേടുമ്പോ, നല്ല മാതൃകകൾ എവിടെയാണ്, നല്ല മോഡൽ എവിടെയാണ് എന്ന് അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടുകൊണ്ട് അവർക്ക് ആ മോഡൽ സ്വീകരിക്കാൻ പറ്റണം. എന്റെ ഇണയെ കണ്ടുകൊണ്ട് അവർക്ക് ആ മാതൃക സ്വീകരിക്കാൻ പറ്റണം. അങ്ങനെ ഒരു മാതൃകാ ദമ്പതികളായി നിങ്ങൾ മാറണമെങ്കിൽ ഈ വസ്ത്രത്തെക്കുറിച്ചുള്ള വിശദീകരണം നമുക്ക് ബോധ്യപ്പെടും. അപ്പോൾ പ്രാർത്ഥന കൊണ്ട് മാത്രമാവില്ല, പ്രവർത്തനങ്ങൾ അനിവാര്യമാണ്. സാധാരണ ഇങ്ങനെയുള്ള വേദികളിൽ ആളുകൾ ചോദിക്കുന്നതും പലരും അവരുടെ ധാരണകളിൽ വരുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അടുത്ത ദിവസം നമ്മൾ ഈ പെൺകുട്ടികൾക്ക് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ക്യാമ്പിൽ, അപ്പോൾ ക്യാമ്പിന് വേണ്ടി ഞങ്ങൾ കൗൺസിലേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചിരുന്നു. അപ്പോൾ അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ, അതിലൊരു ചോദ്യം നിസാഉക്കും ഹർസുല്ലക്കും ഫഅ്തു ഹർസക്കും അന്നാ ശിഅ്തും. പൊതുവിൽ എല്ലാവരും അതിനെ ഒരു അല്പം നെഗറ്റീവായിട്ടാണ് അതിൽ കാണാറുള്ളത്. കാരണം അങ്ങനെയാണ് അതിനെക്കുറിച്ച് ആളുകൾ പറഞ്ഞു വരുത്തിയിട്ടുള്ളത്. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്കുള്ള കൃഷിയിടമാണ്, നിങ്ങൾക്ക് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെയൊക്കെ കൃഷിയിടത്തെ അഭിമുഖീകരിച്ചോളൂ എന്നാണ് ആ ആയത്തിന്റെ നേർക്കുനേരുള്ള അർത്ഥം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കിതാബുകളിലൊക്കെ. അപ്പോൾ ഒരു കൗൺസിലർ എന്ന നിലക്ക് നമ്മൾ എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു പ്രശ്നം, അല്ലാതെ അവർക്ക് ഖുർആനോട് യോജിപ്പുള്ളതൊന്നുമല്ല. ഞാനവരോട് ചോദിച്ചു, നമ്മൾ സാധാരണ ഈ ആന കരിമ്പുന്തോട്ടത്തെ കാര്യം പറയുന്നത് പറയാറുണ്ട്. അവിടെ ആനക്ക് മാത്രമാണ് മധുരം കിട്ടുന്നത്, കരിമ്പിന് മധുരമൊന്നും കിട്ടുന്നില്ല.
കരിമ്പിന് കയ്പാണ് അവിടെ. നല്ല വളഞ്ഞു നിൽക്കുന്ന ഒരു കൃഷിയിടത്തിലേക്ക് ഒരു പശുവിനെയോ ഒരു പോത്തിനെയോ ഒക്കെ നമ്മൾ വിട്ടാൽ അത് അതിനാവശ്യമുള്ളത് കഴിച്ച് തിരിച്ചു പോരല്ല, മാക്സിമം അതിനെ തകർത്ത് തരിപ്പണമാക്കിയിട്ടാണ് പോരുക. എന്ന് പറഞ്ഞാൽ തൻ്റേതല്ലാത്ത ഒരാൾ കയറി വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ആശങ്കയും ഒരു ഭയവും ഒരു ബേജാറും ഒരു വെപ്രാളവും ഒക്കെ ആ കൃഷിക്കുണ്ട് എന്നല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കൃഷിക്ക് അങ്ങനെ ഒരു വിഷമമുണ്ട്, ഒരു ബേജാറുണ്ട്, ഒരു സങ്കടമുണ്ട്. എന്നാൽ ഈ കൃഷി നിർവഹിക്കുന്ന കർഷകൻ കൃഷിയിടത്തിലേക്ക് വരുമ്പോഴോ ആ കൃഷിക്കൊരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. അതെന്താ? എന്നെ നശിപ്പിക്കാൻ വരുന്ന ജീവികളെ ഈ കർഷകൻ നശിപ്പിക്കും, എന്നെ നശിപ്പിക്കുവാൻ വരുന്ന കീടങ്ങളെ ഈ കർഷകൻ പിടിച്ചു കൊല്ലും, എന്നെ തകർത്തുകൊണ്ട് വളരുവാൻ ശ്രമിക്കുന്ന കളകളെ ഇയാൾ പറിച്ചു മാറ്റും, എന്നിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള അക്രമികളെ തടഞ്ഞു നിർത്താവുന്ന വേലിക്കെട്ടുകൾ ഇയാൾ ഉണ്ടാക്കും, എനിക്കാവശ്യമുള്ളതെല്ലാം ഇയാൾ നൽകിക്കൊണ്ടിരിക്കും. കർഷകനെ കുറിച്ച് ഒരു കൃഷിക്കുണ്ടാകുന്ന സ്വാഭാവികമായിരിക്കുന്ന ഒരു ഭാവനയാണ് ഞാൻ പറഞ്ഞു വെച്ചത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. അതോടൊപ്പം ആ കർഷകന് ആ കൃഷിയിടത്തിലേക്ക് ഇറങ്ങുമ്പോൾ അയാൾക്ക് ലഭിക്കുന്നൊരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്, ഒരു ആത്മനിർവൃതിയുണ്ട്. അപ്പോ നിസാവക്കും ഹർസുല്ലക്കും ഫഅ്തു ഹർസക്കും അന്നാശിയത്തും, നിങ്ങൾക്കും അവൾക്കും ഒരുപോലെ സന്തോഷം ലഭിക്കുന്ന, സമാധാനം ലഭിക്കുന്ന, ആത്മസംതൃപ്തിയും ആത്മനിർവൃതിയും ലഭിക്കുന്ന ഒരു ബന്ധമായിരിക്കണം നിങ്ങൾ തമ്മിൽ എന്ന് പറയാനാണ് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു വെച്ചത് എന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അതാണ് പകർന്നു കൊടുത്തത്. നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലാവുന്നു എന്നെനിക്കറിയില്ല, വിയോജിപ്പുകളാവാം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇതാണ് ബന്ധം. ഈ ബന്ധത്തിൽ ചിലപ്പോൾ കയ്പുണ്ടാവും, ചിലപ്പോൾ മധുരമുണ്ടാവും. കയ്പുള്ള അനുഭവങ്ങളുണ്ട്, മധുരമുള്ള അനുഭവങ്ങളുണ്ട്. ഈ രണ്ട് അനുഭവങ്ങൾക്കും നമുക്കിടയിൽ ധാരാളം ഉദാഹരണങ്ങൾ ഉണ്ടാവും. എന്നാൽ ഏതൊരാളും പറയുന്നത് മധുരം തന്നെയാണ് വേണ്ടത്, അല്ലേ? മധുരം വേണം എന്നാണ് ആവശ്യം. അതിനുവേണ്ടി നമ്മളെന്തു ചെയ്യുന്നു എന്നത് അടുത്ത വിഷയമാണ്. അപ്പൊ ഞാൻ സാധാരണ ഇതിൽ പറയുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു വെക്കാണ്. നമ്മുടെ കുട്ടികൾ അവർക്ക് ഈ ചുയിങ്ങ വാങ്ങിക്കൊടുത്താൽ അവരിങ്ങനെ കുറെ സമയം കുടിക്കോളും, പിന്നെ ബഹളമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ വായിലിട്ട് ചവക്കുമ്പോൾ സംസാരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ചുയിങ്ങത്തിന്റെ പ്രത്യേകത എന്താ? അത് വായിലിട്ടുമ്പോൾ നല്ല മധുരം ഉണ്ടാവും, നല്ല മധുരം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഏതാനും സെക്കൻഡുകൾ, നല്ല ക്വാളിറ്റിയിലാണെങ്കിൽ ഏതാനും മിനിറ്റുകൾ ആ മധുരം ബാക്കി നിൽക്കും. അത് കഴിഞ്ഞാൽ മധുരം പോയി, പിന്നെ ഒരു ചവർപ്പാണ്, പിന്നെ ഒന്നുമില്ല. വായിലിട്ടിങ്ങനെ ചവക്കുമ്പോൾ ഉമിനീര് നഷ്ടപ്പെടുത്താന്നല്ലാതെ ഒരു ഉപകാരവും ഉണ്ടാവില്ല. എന്നാ അങ്ങനെ അങ്ങ് തുപ്പിക്കളയോ? അതുമില്ല, കാശ് കൊടുത്ത് വാങ്ങിയതല്ലേ. ഏതാണ്ട് നമുക്കിടയിലെ ചില ബന്ധങ്ങളെങ്കിലും ഇങ്ങനെ ആണെന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും കല്യാണം കഴിഞ്ഞു പോയി, അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു പോയി, അതിലബദ്ധമായിരുന്നു. എന്നാൽ അതിലൊരു പരമാബദ്ധമായി 2-3 കുട്ടികളുണ്ടായി. ഇനിയിപ്പോ നിർവാഹമില്ല, അങ്ങനെ പോടേന്ന്. അതില് പൂർണ്ണമായി കയ്പെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മധുരം കിട്ടുന്നില്ല, മിക്കവാറും ഒരു ചവർപ്പ്. അതുകൊണ്ട് ബാധ്യതകളൊക്കെ നിർവഹിക്കും. കുട്ടികൾക്കും കുടുംബത്തിനൊക്കെ ഉള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഇയാൾ നോക്കുന്നുണ്ടാവും, തിരിച്ചു വീടിന്റെ കാര്യങ്ങളൊക്കെ അവൾ നോക്കുന്നുണ്ടാവും. അങ്ങനെ അവരിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ ആ പോകുന്നതിനിടയിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതിന് മധുരമുണ്ട്. ആ മധുരമാണ് നമ്മുടെ പ്രശ്നം. നമ്മള് ഒരു രണ്ടാളുകൾ തമ്മിൽ, ഒരു ആണും പെണ്ണും കുറെ കാലമായി ജീവിച്ചു. പിന്നെ ഇടയ്ക്ക് അവർ തമ്മിൽ പിണങ്ങി എന്ന് പറഞ്ഞാൽ ആ പിണക്കൊരു വല്ലാത്ത പിണക്ക. കുറെ കാലം അവർ പരസ്പരം യാതൊരു ബന്ധവുമില്ലാതെ എന്നാൽ ഒരു വീട്ടിനകത്ത് ജീവിക്കുകയാണ്. അങ്ങനെയുള്ളവരും നമുക്കിടയിൽ കാണാൻ പറ്റും. ഒരേ വീട്ടിൽ, ചിലപ്പോൾ ഒരേ ബെഡ്റൂമിൽ, ചിലപ്പോൾ ഒരേ ബെഡിൽ ഒരുമിച്ച് കിടക്കുമ്പോൾ പോലും പരസ്പര ബന്ധമില്ലാതെ, മനസ്സു തുറക്കാതെ, മനസ്സറിയാതെ, തിരിച്ചറിയാതെ അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്നാണ് പറയേണ്ടത്. അപ്പൊ അങ്ങനെയുള്ളൊരു ജീവിതം, ഒരു രണ്ടാളുകൾ അങ്ങനെ ജീവിച്ചു പോവാണ്. കുറെ കാലത്തിന് ശേഷം ഈ സ്ത്രീയെ എന്തോ പാമ്പ് കടിക്കുകയെന്തോ ചെയ്തു. അപ്പോ പാമ്പ് കടിച്ചാൽ എന്താ സംഭവിക്കുക? വേണ്ട ചികിത്സ കിട്ടില്ലെങ്കിൽ മരിച്ചു പോകും.
അങ്ങനെ സ്ത്രീ മരണപ്പെട്ട് മയ്യത്ത് സംസ്കരണ മുറകളൊക്കെ പൂർത്തിയാക്കി മയ്യത്ത് ഇങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ കൊണ്ടുപോകുമ്പോൾ ഈ മയ്യത്ത് കട്ടിൽ പിടിച്ചിരിക്കുന്ന ആളുകൾ പോകുന്ന വഴിക്ക് ഒരു മരത്തിന്റെ വേരിങ്ങനെ തെന്നി നിൽക്കുന്നുണ്ട്. അതിന്മേൽ ഒരാളുടെ കാല് തട്ടി മയ്യത്ത് കട്ടിൽ താഴെ വീണുപോയി. താഴെ വീണപ്പോ ആ മയ്യത്ത് എഴുന്നേറ്റിരുന്നു. അപ്പൊ എന്താ പാമ്പ് കടിച്ചാണ്, പെട്ടെന്ന് മയക്കൂലേ, മനസ്സിലായല്ലോ, ആള് മരിച്ചിട്ടില്ല. വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അങ്ങനെ ആള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കുറച്ചു കാലം കൂടെ അങ്ങനെ ജീവിച്ചു. ഇതേപോലെ തന്നെ ജീവിതത്തിന് മാറ്റമൊന്നുമില്ല. അങ്ങനെ ആ സ്ത്രീ പിന്നെ കുറച്ചു കഴിഞ്ഞ് കാര്യമായ എന്തോ രോഗം വന്ന് ശരിക്കും മരിച്ചു. അങ്ങനെ ആ മയ്യത്ത് സംസ്കരണ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോ ഈ ഭർത്താവ് ഈ മയ്യത്ത് കട്ടിലെ കൂടെ തന്നെ ഇങ്ങനെ പോകുന്നുണ്ട്. അയാൾ കൊച്ചർത്ഥത്തിൽ പറഞ്ഞു, അവിടെ ഒരു മരമുണ്ട്, ഒരു വേരുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ശൂന്യം. ഒഴിവാക്കാൻ വയ്യ, പക്ഷെ ഒഴിവായി കിട്ടിയെങ്കിൽ എന്ന് വിചാരിക്കുന്നിടത്താണുള്ളത്. ഇതിനെ നമ്മുടെ എസ്.എ. ജമീൽ മനോഹരമായി ആവിഷ്കാരം ചെയ്തിട്ടുണ്ട്. ഭയങ്കര മനോഹരമായിട്ട് ചെയ്തത്. ഒരു പെൺകുട്ടിയുടെ ഒരു ദീനരോധനം പോലെ. മുമ്പ് ഞാന് മക്കളെ തന്തയ്ക്ക് മധുര പനം ചക്കര, 3 തള്ള ഞാനിന്ന് ഉണങ്ങിക്കടിച്ച കൊപ്പര, അടുത്ത കാലത്ത് മൂപ്പരുമങ്ങ് പോയി വന്നു ഗൾഫിലക്കര, അന്ന് തൊട്ട് തുടങ്ങി ഞങ്ങൾ തമ്മിലെന്നും എപ്പോഴും കച്ചറ. വളരെ മനോഹരമായി അദ്ദേഹം, കുറച്ചധികം ഉണ്ട്, നിങ്ങൾക്ക് പാടാം. ഞാനൊരു പാട്ടുകാരനില്ലാത്തതുകൊണ്ട് അതുകൂടെയാണ്. അതൊന്ന് കേട്ടുകൊണ്ട് മനോഹരമായിരിക്കുന്ന വരികളാണ്. പ്രത്യേകിച്ച് ഈ പ്രവാസികളെ കുറിച്ച് കുറച്ച് നന്നായി സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് അവളുടെ ഒരു ആവലാതിയാണ്, പരാതിയാണ്, വേവലാതിയാണ്. അതിന്റെ പ്രതികരണം ഈ ചെറുപ്പക്കാരന്റെ ഭാഗത്തുനിന്നുണ്ട്. അയാൾ പറഞ്ഞെന്തറിയോ, അന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ചേറ്റം വലിയ സുന്ദരി, ഇന്നെനിക്കെന്റെ കണ്ണിൽ എന്റെ ഭാര്യയൊഴിച്ച് മറ്റോരോ പെണ്ണും എനിക്ക് സുന്ദരി, ഇവളൊഴിഞ്ഞു പോയി കിട്ടാൻ ഇടയ്ക്കിടയൊരു പെണ്ണ് കെട്ടാൻ മുദ്രാവാക്യം മുഴക്കി നടന്നു മോഹം, എന്നാൽ ഇഷ്ടക്കിടങ്ങൾക്കു വേണ്ടി ഈ കടക്കടലക്കടവണ്ടി ഒടുക്കും വരെ ഉണ്ടാനാണ് യോഗം. ബാക്കി നിങ്ങൾ പാടിക്കൊള്ളി. അപ്പോ ഇതാണ് ശൂന്യം കുടുംബങ്ങളുടെ അവസ്ഥ. ഒരു എക്സാമ്പിൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ എന്തായിരുന്നാലും ഇങ്ങനെ പോരാ എന്ന് നമുക്ക് അഭിപ്രായം ഉണ്ട് അല്ലേ? ഇങ്ങനെ പോരാ. ഉള്ളത് കുറച്ചു കാലമുള്ളൂ. ജനനം നമുക്കറിയില്ല, മരണം നമുക്കറിയില്ല, അതിന്റെ ഇടയ്ക്കുള്ള കാലം അത്രയൊന്നും അറിയില്ല. അതുകൊണ്ട് ആ ഉള്ള കാലം ആസ്വദിച്ച് അനുഭവിച്ച് മധുരിച്ച് സന്തോഷിച്ച് പിന്നെ സമാധാനിച്ച് ജീവിക്കണമല്ലോ. അതിനെന്ത് വേണമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എന്നിട്ട് മറുവശമാണ് നമ്മൾ സാധാരണ പറയുന്ന മറ്റൊരു ഉദാഹരണം. നല്ല മുഴുത്തൊരു നെല്ലിക്ക വായിലിടുമ്പോൾ മിക്കവാറും കഴിക്കും, അല്ലെങ്കിൽ ചവർക്കും, എന്നാലും അതിനുണ്ടാവില്ല. പക്ഷെ അത് മധുരിച്ചു തുടങ്ങിയാൽ പിന്നെ ആ മധുരം നീണ്ടു നിൽക്കണം. എത്ര വരെ? വായിൽ നിന്ന് നെല്ലിക്ക എടുത്ത് ഒഴിവാക്കിയാലും പിന്നെയും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന മധുരം. അതാണ് യഥാർത്ഥത്തിലുള്ള ദാമ്പത്യത്തിന്റെ മധുരം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമ്മുടെ ദാമ്പത്യത്തിന്റെ കയ്പ്, ഒരു ചവർപ്പുണ്ടാവുക? യഥാർത്ഥത്തിൽ അതിന്റെ തുടക്കം വിവാഹ അന്വേഷണ നാളാണ്. ഇപ്പൊ ഇവിടുന്ന് പിന്നെ ലീവ് എടുത്തിട്ട് ഒരാൾ പോയി, 3 മാസത്തെ ലീവാണ്. അതിൽ 2.5 മാസം പെണ്ണെറിഞ്ഞ് നടക്കും. ഒരുപാട് വീടുകൾ കയറി ഇറങ്ങി, ഒരുപാട് പെൺകുട്ടികളെ കണ്ടു. അതൊരു പരിപാടിയാണ്. ഇവനാണെങ്കിൽ ഈ നാരങ്ങ വെള്ളവും ജ്യൂസും ഹോർലിക്സും കഴിച്ചിട്ട് അതിന്റെ ഭാര്യ അടിയെന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ കുറെ കുട്ടികളെ കണ്ടാൽ, അതുപോലെ ഒരു പെൺകുട്ടിയെ കുറെ ചെറുപ്പക്കാർ വന്ന് കണ്ടാൽ സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു മടുപ്പുണ്ട്, ഒരു നിരാശ. ആ നിരാശ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്തെങ്കിലും ആവട്ടെ, ഏതെങ്കിലും ആവട്ടെ, അങ്ങനെ ഏതെങ്കിലും ആവട്ടെ എന്ന നിലക്കാണ് നമ്മളൊരാളെ സ്വീകരിക്കുന്നതെങ്കിൽ അത് എപ്പോ പൊട്ടിന്ന് വെച്ചാൽ മതി. എവിടെ പൊട്ടി, എപ്പോ പൊട്ടിന്ന് വെച്ചാൽ മതി. കാരണം അത് നിലക്കൂല, നിലനിൽക്കാൻ പറ്റൂല. എന്നാൽ മറിച്ച് അതിനെ തന്നെ ഒന്ന് റിയാലിറ്റിയിലെടുത്ത് നോക്കും.
അതാണ് പലർക്കുള്ള പ്രശ്നം. എന്നാ ഇപ്പൊ എനിക്ക് എന്റെ ജീവിതം നൽകിയതാരാ? എന്നോട് ചോദിക്കാതെ, എന്നോട് പറയാതെ, എന്റെ ആഗ്രഹങ്ങളോ താല്പര്യങ്ങളോ എന്റെ അനുവാദമോ ഇല്ലാതെ എനിക്ക് ജീവിതം നൽകിയത് എന്റെ റബ്ബ്. അതേ റബ്ബ് നൽകിയിരിക്കുന്നതൊന്നിനെയും നമുക്ക് മടുത്തിട്ടില്ലല്ലോ. ജീവവായു എത്ര കാലമായി നമ്മൾ ശ്വസിക്കുന്നു, മടുക്കാതെ മടുപ്പില്ലാതെ നമ്മൾ അനുഭവിക്കുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ അവൻ നമുക്ക് നൽകിയിരിക്കുന്ന പച്ചവെള്ളം, അതിന് മടുപ്പ് എന്ന സംഗതിയല്ല. മരിക്കുവോളം നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കും, ആസ്വദിച്ചുകൊണ്ടിരിക്കും, സംതൃപ്തിയോടെ മടുപ്പില്ലാതെ സ്വീകരിക്കുക. പച്ചവെള്ളത്തിന്റെ പ്രത്യേകത, അതിൽ വല്ലതും കൊത്തി കലക്കിയാൽ താൽക്കാലിക മധുരം ഉണ്ടാവും, പിന്നെ മടുക്കും. അതുപോലെ തന്നെ പടച്ചറബ് നൽകിയിരിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും. എങ്കിൽ എനിക്ക് മടുപ്പില്ലാത്ത ഒരു ജീവിതത്തിന് വേണ്ടി, മടുപ്പില്ലാത്തൊരു ബന്ധത്തിന് വേണ്ടി ഞാൻ അന്വേഷണത്തിലാണ്. ആ അന്വേഷണത്തിൽ ഞാൻ എത്തിപ്പെടുക എന്റെ റബ്ബ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ഇണയുടെ അരികിലാണ് എന്ന തിരിച്ചറിവാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ആ തിരിച്ചറിവുണ്ടെങ്കിൽ 12 പെണ്ണാണം പോയി. നമുക്ക് എന്താ മനസ്സിലാ? എന്നെ കാത്തിരിക്കുന്ന, എനിക്ക് വേണ്ടി റെഡിയായിരിക്കുന്ന ആൾ അവിടെ ഇവിടെ ഉണ്ട്. ചിലപ്പോൾ അടുത്ത് തന്നെ ഉണ്ടാവും, ചിലപ്പോൾ നമ്മളൊന്ന് യൂട്ടേൺ എടുത്ത് വരേണ്ടി വരും. ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ എത്തും. ഇവിടെ എവിടെ ഉണ്ട് ആള്. അവിടേക്ക് എത്താനുള്ള ആ വഴിയിൽ ഇങ്ങനെ ഇറങ്ങിയതല്ല. വെയിലുണ്ടപ്പോൾ അപ്പുറത്തെ വീട്ടിൽ കയറിയിട്ട് കുറച്ച് വെള്ളം കുടിച്ചു. അതിനങ്ങനെ കണ്ടാൽ മതി. അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടു എന്നുള്ള മനസ്സിന് വിടാലോ. അവിടെ എത്തി വെള്ളം കുടിച്ചു. ഇപ്പുറം കയറിയിട്ട് കുറച്ച് ചൂടുവെള്ളം കിട്ടിയത്, അപ്പുറത്ത് ജ്യൂസ് കിട്ടി. അങ്ങനെ നമ്മളതിനെ ഒന്ന് റിലാക്സ് ചെയ്താൽ ഈ വിഷയമൊക്കെ തീരും. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മൾ എത്തിച്ചേർന്നിടത്താണ് എന്നെ എന്റെ റബ്ബ് എത്തിച്ചിരിക്കുന്നത്, അവിടെയാണ് എന്റെ ഇണ എന്ന തിരിച്ചറിവ് സ്വാഭാവികമായിട്ടുണ്ടാവും. അങ്ങനെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അവനെ തൃപ്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ദൈവവിശ്വാസികൾക്ക് സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയം എന്താ? ഭൂമിയിലെ ബഹുഭൂരിപക്ഷം വരുന്ന മനുഷ്യന്മാരും ദൈവവിശ്വാസികളാണ്. അതിൽ ഭൂരിപക്ഷവും ഏകദൈവ വിശ്വാസികളുമാണ്. പക്ഷേ അവർ സംതൃപ്തി കണ്ടെത്തുന്നത് ദൈവേതര ശക്തികളിലാണ്. പല ശക്തികളുടെയും മുമ്പിൽ ചെന്ന് ശിരസ്സു നമിച്ച്, മനസ്സു നമിച്ച്, എന്നിട്ട് സംതൃപ്തി കണ്ടെത്തുവാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് വേണ്ട വിധം അറിയുവാനും മനസ്സിലാക്കുവാനും തൃപ്തിപ്പെടുവാനും സാധിച്ചില്ല. പ്രവാചക തിരുമേനി പ്രാർത്ഥിക്കാറുണ്ടല്ലോ, റളിയതു ബില്ലാഹി റബ്ബൻ, ഞാൻ അള്ളാഹുവിനെ എന്റെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു. അത് വല്ലാത്തൊരു സംഗതിയാണ് ആ തൃപ്തി എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മറ്റു വഴിക്ക് ആളുകൾ സഞ്ചരിക്കില്ല. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇണയെക്കുറിച്ച് പൂർണ്ണ തൃപ്തിയോടെ സംതൃപ്തിയോടെ സ്വീകരിക്കാൻ സാധിച്ചാൽ മറ്റൊരു വഴിയെ അങ്ങനെ നമ്മൾ കടന്നു പോവാൻ ശ്രമിക്കില്ല. പക്ഷെ വിവാഹം കഴിഞ്ഞിട്ടും ചിലരാണ് ആ ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കണം. അതെന്താ? അത് കോളേജ് കുട്ടികൾ പോണ, മനസ്സിലായേ? കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ അവിടെ നിന്നാ ബസ് കയറാം. എന്നാ പിന്നെ അവിടെയൊക്കെ ആണും പെണ്ണൊക്കെ ഉണ്ട്. ഞാൻ ഒരാൾ മാത്രമല്ല, ആണും പെണ്ണൊക്കെ അങ്ങനെ നിൽക്കുന്നതാണ്. എന്താ കാരണം? ഈ വിഷയത്തിൽ ഒരു തൃപ്തി ഉണ്ടായില്ല. ആ തൃപ്തി ഉണ്ടാവാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം, ഇതെനിക്ക് വേണ്ടി എന്റെ റബ്ബ് ഒരുക്കി വെച്ചിരിക്കുന്ന ഇണയാണ് എന്ന് തിരിച്ചറിഞ്ഞില്ല. ആ തിരിച്ചറിവ് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായി കൂടെ നഷ്ടപ്പെടുക സംതൃപ്തിയാണ്. ഇപ്പൊ വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ നിക്കാഹിന്റെ സമയത്ത് സാധാരണ അറബിയിലൊക്കെ പറയുമ്പോൾ ഖബിൽതു നിക്കാഹഹ, ഞാൻ അവളുടെ നിക്കാഹ് സ്വീകരിച്ചിരിക്കുന്നു. കൂടെ പറയും വറദീതു ബിഹാ, ഞാൻ അവളെ അല്ലെങ്കിൽ അവനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആ തൃപ്തി ഉണ്ടാവണമെങ്കിൽ പടച്ച റബ്ബാണ് നൽകിയത് എന്ന ബോധം വേണം. അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ടത്, ഇങ്ങനെ നമ്മളിങ്ങനെ കുറെ അന്വേഷിച്ച് ഇങ്ങനെ ഒരാളെ കണ്ടെത്തി, ഓക്കെ, എല്ലാം റെഡിയാണ്. റെഡി ആയി കഴിഞ്ഞാൽ അടുത്ത പണി എന്താ അറിയോ? പിന്നെ നമ്മൾ കുടുംബക്കാരൊക്കെ കൂടിയിട്ട് ഒരു കല്യാണ നിശ്ചയം, ഒരു എൻഗേജ്മെന്റ് ഒക്കെ ഉണ്ടാവും. ഇന്നത്തെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു പ്രശ്നം 6 മാസം വരെയൊക്കെ നീട്ടിവെക്കുന്ന നിശ്ചയങ്ങളാണ്. കല്യാണം നിശ്ചയിച്ചു, 6 മാസം കണ്ട് നടത്താനല്ല, എപ്പോഴും നിശ്ചയിച്ചിട്ടുണ്ട്. നിക്കാഹ് പോലും നടത്തിയിട്ടില്ല. ഭർത്താവല്ല, വരനും വരന്റെ വീട്ടുകാരും ഒരുപാട് സമ്മാനങ്ങൾ ഇങ്ങനെ കൊടുക്കും. അതിലൊരു സമ്മാനം, പ്രധാനപ്പെട്ട സമ്മാനം എന്താ? ഒരു മൊബൈൽ ഫോണും. പിന്നെ ഇവര് തുടങ്ങി സംസാരം. എത്ര സമയം, എത്ര മണിക്കൂർ, അതിന് യാതൊരു കണക്കില്ല, ഒരു ലിമിറ്റുമില്ല. ഏത് സമയത്തുമാവാം, ഏത് അവസ്ഥയിലുമാവാം. കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കല്, ഇതിങ്ങനെ വെച്ചിട്ട്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഈ ഐസിയുയിൽ കിടക്കുന്ന രോഗികളുമായി ഒരുപാട് വയറ് ചുറ്റിട്ട് നടക്കണേ അല്ലേ? അവിടെ ഇവിടെയൊക്കെ കുറെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ അങ്ങനെ പോണ്.
പൊതുവിൽ നമ്മുടെ മക്കൾ തന്നെ ഈ ദുനിയാവായിട്ട് ഒരു ബന്ധമില്ലാത്ത അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ട്. കാരണം അവര് വേറെ ലോകത്താണ്. വീട്ടിലൊരു വിരുന്നുകാരെന്ന് അവരറിയോ? ഒരു ഗസ്റ്റ് വന്ന് അവരറിഞ്ഞു? അറിയില്ല. അവിടെ പല സംഗതി നടക്കുന്നില്ല, അവരൊന്നും അറിയുന്നില്ല. അവർ വേറെ ലോകത്താണ്. അവിടെ വിഷയം എന്താ? ഇപ്പൊ നമുക്കറിയാം, മുമ്പൊക്കെ നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ നമ്മളറിയും. അറിയുന്നു മാത്രമല്ല, അവർ നമ്മൾ മനസ്സിലാക്കും. ചിലപ്പോൾ അടുത്ത ദിവസം സ്കൂളിൽ മദ്രസയിലൊക്കെ പോയിട്ട് കുട്ടികളോട് പറയും, എന്റെ വീട്ടിൽ ഇന്നലെ ഇന്നാൾ വന്നിരുന്നു, ഇന്നാള് വന്നിരുന്നു, അങ്ങനെ ഇങ്ങനെ ഇന്ന വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി, ഇന്ന സമയത്താ പോയെന്നൊക്കെ പറയും. ഇന്ന് അങ്ങനെ മക്കൾ പറയാറുണ്ടോ? കാരണം അവരറിയ ലോകത്തല്ല, അവർ ഇവിടെ ഒന്നുമല്ല, അവർ വേറെ ലോകത്താ. അതാണ് ഈ ഞാൻ പറയും വാട്സപ്പ്, ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞ മുതലുണ്ടല്ലോ, അതിൽ കൂടി തല്ലിക്കൂട്ടി എവിടെയും കൊണ്ടുവിടാൻ പറ്റിയാൽ ഈ സമുദായം രക്ഷപ്പെടുന്ന എനിക്ക് തോന്നുന്നത്. അതിന് ഗുണമൊന്നുമില്ലാന്ന് ഞാൻ പറയുന്നില്ല, ഗുണമൊക്കെ ഉണ്ട്. പക്ഷെ ഗുണത്തിലേറെ ഒന്നിനും കൊള്ളാത്ത നിഷ്ക്രിയരായ കുറെ മന്ദബുദ്ധികളെ സൃഷ്ടിച്ചെടുക്കാൻ അത് നമ്മെ നന്നായി സഹായിക്കുന്നുണ്ട് എന്നത് വിസ്മരിക്കാതിരിക്കുക. ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണോ, ഇപ്പോഴത്തെ പ്രശ്നം എന്ത്? നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഒരു ഫോൺ വാങ്ങിക്കൊടുക്കും, പിന്നെ സംസാരമാണ്, മണിക്കൂറുകൾ നീണ്ട സംസാരം. ഒരു 6 മാസത്തോളം അങ്ങനെ സംസാരിച്ച് എന്താ സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. 6 മാസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു, നിക്കാഹ് ഒക്കെ കഴിഞ്ഞു, പെണ്ണ് ഇവന്റെ അടുത്തെത്തി, രണ്ടാളും ഒരു വീട്ടിലായി, ഒരു റൂമിലായി. ഇനിയോ? ഇനി മുഖത്തോട് മുഖം നോക്കി ഇങ്ങനെ ഇരിക്കും. എന്താ കാരണം? ഒന്നും സംസാരിക്കാനില്ല, തീർന്നുപോയി. മനസ്സിലല്ലേ? അങ്ങനെ ഒന്നും സംസാരിക്കാനില്ലാത്തിടന്ന് തുടങ്ങുന്ന നിസ്സംഗത. ആ നിസ്സംഗതയാണ് പുതിയ രോഗങ്ങളായി, പുതിയ പ്രശ്നങ്ങളായി നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, 6 മാസവും 3 മാസമൊക്കെ പിന്നെ സമയം വെച്ച് നിശ്ചയിച്ചിരിക്കുന്ന പല വിവാഹങ്ങളും, ആ വിവാഹത്തിന് മുമ്പ് ആ 2 കുടുംബങ്ങളും ഈ 2 വ്യക്തികളും തമ്മിലുണ്ടായിരുന്ന വളരെ വലിയ ബന്ധം, ആ ബന്ധങ്ങൾ തുടർന്ന് ഒരു 6 മാസത്തിനകം തല്ലി പിരിയുന്ന, തകർന്നടിയുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോ എന്റെ വിഷയമല്ല, പറഞ്ഞു വന്നത് വിവാഹത്തിന് നിശ്ചയമുണ്ട്. ആ നിശ്ചയിച്ചു കഴിഞ്ഞാൽ വിവാഹം വരെയുള്ള കാലം ഉണ്ടല്ലോ. ഞാൻ എന്റെ ഒപ്പീനിയൻ, നമ്മൾ എന്തായിരുന്നാലും ഇവർ തമ്മിൽ തൃപ്തിയായല്ലോ, കുടുംബങ്ങൾക്കും തൃപ്തിയായി, വിവാഹം നടത്താമെന്ന് ഉദ്ദേശിക്കുന്നു, പിന്നെ വേഗം നടത്തി കൊടുത്തൂടെ? അതിനാ വെറുതെ വെച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താ ഗുണം കിട്ടാനുള്ളത്? ഒരു ഗുണം കിട്ടാനില്ല. ഒരു ഗുണം കിട്ടാനില്ല, ദോഷം മാത്രമേ കിട്ടാനുള്ളൂ. ഇപ്പൊ ഈ അടുത്തുണ്ടായ ഒരു സംഭവം പറയട്ടെ. ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ പിന്നെ സ്നേഹത്തിലായി. ആ സ്നേഹത്തിന്റെ ഇസ്ലാമിക മാനം സമയം പിന്നെ പറയാം. അങ്ങനെ 2 കുടുംബങ്ങൾ തമ്മിൽ എങ്ങനെ നോക്കിയിട്ട് ഇവർ വേർപെടുത്താൻ പറ്റുന്നില്ല. അവസാനം ചെയ്തു തരും, എന്നാൽ ശരി നമുക്ക് ഇവരുടെ വിവാഹം നടത്തി കൊടുക്കാം, നിശ്ചയിച്ചു. ഈ പറഞ്ഞ പോലെ തന്നെ 6 മാസം ഡേറ്റ് വെച്ച് നിശ്ചയിച്ചു. ഈ 6 മാസത്തിനിടയിൽ ഇവർ തമ്മിൽ ഒരിക്കലും പിരിയാൻ കഴിയാത്തതുകൊണ്ടാണ് ഈ വിവാഹ നിശ്ചയം ഉണ്ടായത്. ഈ 6 മാസത്തിനിടയിൽ ഈ പെൺകുട്ടി ഫേസ്ബുക്ക് വഴി വേറെ ഒത്തിരി പരിചയപ്പെട്ടു. എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ അവളുണ്ട് ഒരു പ്രത്യേക റെയിൽവേ സ്റ്റേഷനിൽ, ട്രെയിൻ കയറി അവിടെ എത്തിയതാ. അത് അവന്റെ നാട്ടിലാ. എന്നിട്ട് അവനെ വിളിച്ചു, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ നിങ്ങളെ തെരഞ്ഞു വന്നാണ്. അപ്പൊ ആ പയ്യൻ ഒരു നല്ല പയ്യനായതുകൊണ്ട് അവൻ അവളുടെ മര്യാദക്ക് പറഞ്ഞു, ഞാൻ യാതൊരു ദുരുദ്ദേശവും എനിക്കില്ല, ഞാനിങ്ങനെ വെറുതെ ഒരു ഫ്രണ്ട്ഷിപ്പ് അത്രേ കഴിഞ്ഞിട്ടുള്ളൂ. അവളോട് നീ തിരിച്ചു പോകണം, നിന്റെ വിവാഹമൊക്കെ നിശ്ചയിച്ചല്ല, തിരിച്ചു പോയിക്കോ. അപ്പൊ അവളോട് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ അടുത്ത ട്രെയിൻ നിലക്കുന്നതാണ്. അപ്പൊ ഇവന് ആകെ പ്രശ്നമായി. ഇവൻ എന്ത് ചെയ്തു? അവളുടെ കുടുംബത്തിൽ ആരുടെ നമ്പർ അറിയാം, ആ നമ്പറിൽ വിളിച്ചു, നിങ്ങളുടെ പെൺകുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട്, ഇന്ന അവസ്ഥയിലാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. വേണ്ടപ്പെട്ട ആളുകൾ ഉടനടി ഇടപെട്ടത് കൊണ്ട് അവളെ ജീവനോട് തിരിച്ചു കിട്ടി. ഞാൻ പറഞ്ഞത് ഇതാണ് നമ്മുടെ സമൂഹം, ഇവിടെയാണ് നമ്മുടെ ലോകം, നമ്മുടെ മക്കളുടെ അവസ്ഥയാണിത്. അപ്പൊ അതുകൊണ്ട് നിശ്ചയം എന്നത് എത്രയും ചുരുങ്ങിയ സമയത്തേക്ക്, 10 ആളെ വിളിക്കേണ്ട 10 ആളെ വിളിക്കാനുള്ള സമയം വേണം. അതിനകത്ത് അതാണ് അങ്ങനെയാണ്. അല്ലെങ്കിൽ കഴിഞ്ഞിട്ട് ഇപ്പോ വീട് പണിയുണ്ട്, അത് ശരിയാക്കേണ്ടത് ശരിയാക്കേണ്ടെന്ന്, അതൊക്കെ കഴിഞ്ഞിട്ട് അന്വേഷിച്ചാൽ മതിയല്ലോ. ഇതൊക്കെ അന്വേഷിച്ചൊക്കെ റെഡിയാക്കി പിന്നെ പണിക്ക് കണ്ടാന്ന്. അപ്പൊ എന്തായിരുന്നാലും ഇങ്ങനെ ഒരു കല്യാണം നിശ്ചയിച്ച് 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ച ഒക്കെ ഉള്ള കാലഘട്ടമുണ്ടല്ലോ, ആ കാലഘട്ടത്തിന് ഒരു മധുരമുണ്ട്, അതിന് മധുരമുണ്ട്. അതൊരു വല്ലാത്ത മധുരമാണ്, ഒരു സ്വപ്ന ലോകത്തെ മധുരം, ഒരു മധുര സ്വപ്നം. മനസ്സിലായല്ലോ? പഴയ കവികൾ അതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത്, 7 സുന്ദര രാത്രികൾ, ഏകാന്ത സുന്ദര രാത്രികൾ, വികാര തരളിത രാത്രികൾ,
വിവാഹപൂർവരാത്രികൾ ഇനിയേഴു സുന്ദര രാത്രികൾ. വളരെ മനോഹരമായ ഒരു ആവിഷ്കാരം തന്നെയാണ്. ആ പാട്ട് എവിടെ വന്നാന്നുള്ള വേറെ കാര്യം, പാടിയതാരാന്നുള്ളൊക്കെ വേറെ കാര്യം. പക്ഷെ അതിൽ വരികൾ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത് ഒരു സ്വപ്നതുല്യമായിരിക്കുന്ന ഒരു മധുരത്തിന്റെ കാലമാണ്. അങ്ങനെ ആ മധുരകരമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ടാണ് നമ്മൾ വിവാഹത്തിലേക്ക് എത്തുന്നത്. അവിടെയാണ് നമ്മൾ ജീവിതത്തെ അറിയുന്നത്, അനുഭവിക്കുന്നത്. ആ അനുഭവങ്ങളെ നമുക്ക് എല്ലാ അർത്ഥത്തിനും ഗുണകരമായി പോസിറ്റീവായി മാറ്റിയെടുക്കണം. അപ്പോഴാണ് ഈ മധുരം തുടരാൻ പറ്റുക. അത് തുടരണമെങ്കിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ് മതം പറഞ്ഞു വെച്ചത്. മതം അതിനപ്പുറത്തൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോ നിങ്ങൾ ഒരു മനുഷ്യനോട് വേണോ എന്ന് ചോദിച്ചാൽ ഒരാൾ പോലും വേണ്ട എന്ന് പറയാത്ത ചില അനുഗ്രഹങ്ങളുണ്ട്. അതിലൊന്നാണ് സമാധാനം. സമാധാനം എന്ന അനുഗ്രഹം വേണ്ടെന്ന് പറഞ്ഞ ഒരാളെ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളൊക്കെ തന്നെയും ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്, കഠിനാധ്വാനം ചെയ്യുന്നത്, നാടും വീടൊക്കെ വിട്ടിട്ട് ഇവിടെയൊക്കെ വന്ന് കൂടുന്നത് എന്തിനാ? കുറച്ചു കാലം സമാധാനത്തോടെ, സന്തോഷത്തോടെ, സംതൃപ്തിയോടെ ജീവിക്കണം എന്ന ആഗ്രഹത്തിലാണ്. ആ ആഗ്രഹമാണ് ഓരോ മനുഷ്യരെയും ഇങ്ങോട്ട് പറക്കാൻ ഒക്കെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അതാണ് സമാധാനം. എന്നാൽ ആ സമാധാനത്തിന്റെ നിമിത്തങ്ങൾ ഈ ഭൗതികമായി നമ്മൾ കണ്ടെത്തുന്ന വിഭവങ്ങളാണോ? ആണെങ്കിൽ നമുക്ക് നമ്മുടെ മുൻഗാമികളെക്കാൾ സമാധാനവും ശാന്തിയും സ്വസ്ഥതയൊക്കെ ഉണ്ടാവേണ്ടിയിരുന്നു. അത് കിട്ടുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഒട്ടു മുമ്പുള്ള തലമുറക്കിന്റെ അവസ്ഥ എന്താ? ഉടുതുനിക്ക് മറുതുനില്ല എന്ന അക്ഷരാർത്ഥം ശരിയാണ്. അരപ്പട്ടിണിക്ക് പോലും വകയില്ലാത്ത എത്രയോ മനുഷ്യന്മാര്, കിടന്നുറങ്ങുവാൻ ചോർന്നൊലിക്കാത്ത ഒരു ചെറ്റക്കുടിൽ പോലും സ്വന്തമില്ലാത്തവർ, അവര് ഉള്ള കഞ്ഞിയും കപ്പയും കഴിച്ച് ഒരു കീറപ്പായ വിരിച്ച് ഉടുത്തത് കൊണ്ട് പുതച്ച് അവർ ഉറങ്ങിയ മണിക്കൂറുകൾ എത്ര ശാന്തമായി, സ്വസ്ഥമായി, സുന്ദരമായി, മനോഹരമായി, യാതൊരു ദുസ്വപ്നങ്ങളും ദുഃഖസ്വപ്നങ്ങളും പേടി സ്വപ്നങ്ങളും ഇല്ലാതെ മണിക്കൂറുകളോളം ഉറങ്ങാൻ അവർക്കൊരു പ്രയാസം ഉണ്ടായില്ല. എന്നാൽ നമ്മളോ? നമുക്ക് 4 നേരം സുഭിക്ഷമായി കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്, ഡസൻ കണക്കിന് വസ്ത്രങ്ങളുണ്ട്, സഞ്ചരിക്കാൻ നല്ല കംഫർട്ടബിളായ വാഹനമുണ്ട്, കിടന്നുറങ്ങാൻ മനോഹരമായ, എല്ലാ അർത്ഥത്തിലും നല്ല ഉറപ്പും സൗന്ദര്യവും ഒക്കെയുള്ള നല്ല ഭവനങ്ങളുണ്ട്. അതിൽ എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്ന റൂമിൽ, ഏറ്റവും വിലപിടിപ്പുള്ള കട്ടിലിൽ, അതുപോലെ വിലപിടിപ്പുള്ള ബെഡിൽ, മനസ്സിലായല്ലോ, ആ പുതപ്പിനടിയിൽ കിടന്നിട്ട് എത്ര പേർക്കാണ്, എത്ര മണിക്കൂർ, എത്ര മിനിറ്റ് നമുക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ട്? ആരെങ്കിലും അല്പം അധികം ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് തലേന്ന് പകൽ കുറച്ച് അധികം വെയിലുണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ക്ഷീണിച്ചതുകൊണ്ടോ മാത്രമായിരിക്കും, അല്ലാതെ മനസമാധാനം കൊണ്ടല്ല. ശരിയല്ലേ? പേടി സ്വപ്നങ്ങള്, ദുഃഖസ്വപ്നങ്ങള്, ദുസ്വപ്നങ്ങള്, സമാധാനത്തോടെ ഒന്ന് വിയർക്കാതെ ശാന്തമായി കടന്നുറങ്ങാൻ ഇന്നത്തെ തലമുറയിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും സാധിക്കുന്നില്ല. അപ്പൊ എന്താ പ്രശ്നം? ഭൗതിക വിഭവങ്ങൾക്കുള്ളിൽ നമുക്ക് ഒതുക്കിയെടുക്കാൻ കഴിയുന്നതല്ല സമാധാനം എന്നത്. അത് പടച്ച റബ്ബ് അവന്റെ അനുഗ്രഹമായി സമ്മാനിക്കേണ്ടതാണ്. അങ്ങനെ അവൻ നമുക്ക് അനുഗ്രഹമായി സമ്മാനിക്കുന്നതാണ് സമാധാനം. ആ സമാധാനം ഉണ്ടാവാൻ അവൻ പല നിമിത്തങ്ങളും വെച്ചിട്ടുണ്ട്. ആ നിമിത്തങ്ങളിൽ ഒന്ന് മാത്രമാണ്, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് വിവാഹം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആയത്തിന്റെ ബാക്കിയല്ല പറഞ്ഞു, ലിതസ്കുനു ഇലൈഹ, ലഭിക്കുന്ന ഇണയിലൂടെ നിങ്ങൾക്കൊരു സമാധാന ജീവിതം ഉണ്ടാവാൻ. അപ്പൊ സമാധാന ജീവിതമാണ് ഇതിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് എത്താനാണ് നമ്മൾ പണിയെടുക്കേണ്ടത്. അങ്ങനെ ഒരു സമാധാനപൂർവ്വമായിരിക്കുന്ന ജീവിതം ഉണ്ടാവണമെങ്കിൽ ആണാരാണ് പെണ്ണാരാണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാമിലാണ് പുരുഷൻ സ്ത്രീയെ സ്വീകരിക്കുന്ന രൂപത്തിലുള്ള വിവാഹമുള്ളത്. മറ്റു മതങ്ങളിലൊക്കെ സ്ത്രീ പുരുഷനെ സ്വീകരിക്കാണ്. ഇസ്ലാമിൽ പുരുഷൻ സ്ത്രീയെ സ്വീകരിക്കുന്നു. എങ്ങനെ സ്വീകരിക്കുന്നു? നേരിട്ടല്ല, അവരുടെ രക്ഷിതാവിൽ നിന്ന് സ്വീകരിക്കുന്നു. അവളുടെ രക്ഷിതാവിൽ നിന്ന് ഒരു പ്രസന്റേഷനായി, ഒരു സമ്മാനമായി, അങ്ങനെയല്ലോ, ഒരു ഗിഫ്റ്റായിട്ട് അവളെ സ്വീകരിക്കുന്നു. അവളെയാണ് സ്വീകരിക്കുന്നത്, അവൾ വഴി മറ്റൊന്നുമല്ല. അങ്ങനെ സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു മതദർശനം, അതാണ് ഇസ്ലാം. എന്തുകൊണ്ട്? ഇസ്ലാമിലെ വലിയില്ലാതെ, രക്ഷാധികാരിയില്ലാതെ വിവാഹം സാധുവാവില്ല. കാരണം ഒരു പെൺകുട്ടി വളർന്നു വരുന്നത് 10, 18, 20 വയസ്സ് വരെ അവൾ വളർന്നത് അവളുടെ ജീവിതത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും പരിഗണിച്ച് അവളെ സംരക്ഷിച്ചു പോന്നിരിക്കുന്ന ഒരു രക്ഷിതാവിന്റെ കീഴിലാണ്.
അങ്ങനെയെങ്കിൽ ഒരു പുതിയ രക്ഷാകർത്തൃത്വത്തിലേക്ക് അവൾ മാറുന്നു. ഒരു പുതിയ രക്ഷാകർത്തൃത്വത്തിലേക്ക് അവൾ മാറുന്നു. ആ മാറ്റമാണ് വിവാഹത്തിലൂടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയന് വലിയ സ്ഥാനമുണ്ട്. ആ വലിയന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കളും. അപ്പൊ സന്തോഷകരമായി. നമുക്ക് പലപ്പോഴും എന്താ അറിയോ, ഒരു പെൺകുട്ടി ഒരുത്തനെ കണ്ടെത്തി, അല്ലെങ്കിൽ ഒരുത്തൻ ഒരുത്തിയെ കണ്ടെത്തി, അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നത് 18 കൊല്ലത്തെ 20 കൊല്ലത്തെ 25 കൊല്ലത്തെ ഒരുപാട് ബന്ധങ്ങളെ മുറിച്ചു മാറ്റണം. എന്നിട്ടാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഇവളുമായി ഇവനുമായി ജീവിക്കാൻ പറ്റുന്നത്. അവിടെ അത്രയൊക്കെ പെറ്റുമ്മയെയും ഉപ്പയെയും മറ്റു എല്ലാ ബന്ധങ്ങളെയും തകർത്ത് സ്വീകരിക്കാൻ മാത്രമുള്ള ഒരു മഹത്വം ഇവനോ ഇവൾക്കോ ഉണ്ടെങ്കിലല്ലേ. അതൊന്നുമില്ലെന്നുള്ളത് മാസങ്ങൾ കൊണ്ടോ അടുത്ത വർഷങ്ങൾ കൊണ്ടോ അവർക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. ഉദാഹരണങ്ങൾ നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ സന്തോഷം, ഒരു സമാധാനം എന്നത് വലിയാണ്, വലിയന്റെ കൂടെയുള്ള ബന്ധുക്കളാണ്. അഹ്ലി എന്ന പ്രയോഗം അവിടെ നടത്തിയിട്ടുണ്ട് ഖുർആൻ. പരിശോധിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ അങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കണം. ആ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ വരൻ എന്ത് ചെയ്യുന്നു? അവൾക്ക് ഒരു പ്രത്യേക ഗിഫ്റ്റ് കൊടുക്കുന്നു, ഒരു പ്രസന്റേഷൻ. അതെന്താ? അത് ഖുർആൻ പറഞ്ഞു വാത്തുൻ നിസാ സദുഖാതിഹിന്ന നിഹല. അവൾക്ക് നിങ്ങൾ ഒരു നിർബന്ധം എന്ന നിലക്ക് തന്നെ നിങ്ങൾ ഒരു സമ്മാനമായി മഹർ നൽകണം. അത് കൊടുത്തുകൊണ്ട്, ആ കൊടുക്കുന്നതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവളുടെ ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്നു എന്നതിന്റെ പ്രതീകാത്മകമായിരിക്കുന്ന തുടക്കമാണത്. അതോടൊപ്പം എന്റെ ജീവിതത്തിലേക്ക് ഇന്ന് വരുന്നൊരു VIP, നാളെ മുതൽ അവൾ ആതിഥേയാണ്. അവൾക്ക് ഞാൻ നൽകുന്ന ആദ്യത്തെ ഗിഫ്റ്റ് പ്രസന്റേഷൻ. അതുകൊണ്ട് തന്നെ അതെന്തായിരിക്കണം? പരമാവധി മികച്ചതായിരിക്കണം. പരമാവധി മികച്ചതായിരിക്കണം, നന്നായിരിക്കണം, നല്ല ഗിഫ്റ്റ് കൊടുക്കണം. എന്തിനാ നല്ല ഗിഫ്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞത്? ഒരു പെണ്ണിനെ വീഴ്ത്താൻ പറ്റിയ ഏറ്റവും നല്ല മുതല് അവൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് തന്നെയാണ്. അതിൽ സ്വർണത്തോളം മികച്ചു നിൽക്കുന്ന ഒന്നുമില്ല. പൊന്ന് കണ്ട പെണ്ണ് വീഴും. അതുകൊണ്ടായിരിക്കണം പ്രാചീന കാലം മുതൽ വർത്തമാനകാലം വരെ ബഹുഭൂരിപക്ഷം മതവിശ്വാസികളും അല്ലാത്തവരുമൊക്കെ വിവാഹ സമയത്ത് നൽകുന്നൊരു ഗിഫ്റ്റ് ഉണ്ടെങ്കിൽ ആ ഗിഫ്റ്റ് സ്വർണമായിരിക്കും. അത് പലപ്പോഴും അവർ അങ്ങനെ തന്നെ കാത്തു സൂക്ഷിക്കുകയും അവസാനം വരെ അങ്ങനെയാണ്. ഹൈന്ദവ സമൂഹത്തിൽ വരെ ആ ഉള്ള താലിമാരാന്ന് പറഞ്ഞാൽ മരിക്കണവരെ കഴുത്തിലുണ്ടാകുന്നതാണ് അവരുടെ ഒരാഗ്രഹം. ഇസ്ലാം അതിന് കുറച്ചുകൂടി പ്രാധാന്യം കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്കൊരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു ലാളിത്യത്തിന്റെ ലളിതവൽക്കരണത്തിന്റെ ഒരു വശമുണ്ട്, അതില്ല ഞാൻ പറയുന്നില്ല. പക്ഷെ ലളിതവൽക്കരണം തന്നെ എന്താ? സാധാരണ പറയുന്നത് നമുക്കൊരു ഖുർആൻ പരിഭാഷ കൊടുത്താൽ പോരെ? ഖുർആൻ പരിഭാഷ കൊടുക്കാം ആ സ്റ്റേജിലുള്ള ആൾക്ക്. പ്രവാചക തിരുമേനിയുടെ മുമ്പിൽ ആ സംഭവം നമുക്കറിയാലോ. ഒരു പെൺകുട്ടി വന്ന് തനിക്ക് വിവാഹം ആവശ്യപ്പെടുകയാണ്. അപ്പൊ വിവാഹം ആവശ്യപ്പെട്ടപ്പോൾ അടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു ഞാൻ ഏറ്റെടുത്തോളാം അവൾക്ക് ഇഷ്ടമാണെങ്കിൽ. റസൂൽ ചോദിക്കുന്ന ചോദ്യം എന്താ? നിനക്ക് അവൾക്ക് മഹർ കൊടുക്കാൻ എന്താ കയ്യിലുള്ളതെന്ന്? നിസ്കരിക്കാൻ വന്ന ഒരാൾ മഹർ ചോദിച്ചില്ലല്ലോ. അവ വീട്ടിൽ പോയി ഒന്ന് പോയി നോക്ക്. നീ നോക്കിയിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഇരുമ്പിന്റെ മോതിരം പോലും ഇല്ല. ഒരു ഇരുമ്പിന്റെ മോതിരം പോലുമില്ല. ഇരുമ്പിന്റെ മോതിരം ആരെങ്കിലും ഇടുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഇല്ല. അപ്പോ അങ്ങനെ എന്നിട്ട് ആ മനുഷ്യനോട് റസൂൽ എന്താ ശരിക്കും പറയേണ്ടത്? എന്നാ പിന്നെ നോമ്പോറ്റ പറയണം അല്ലേ? യാതൊരു ശേഷിയില്ലാത്ത ഒരു മനുഷ്യന് കല്യാണം കഴിച്ചിറങ്ങാൻ പാടില്ല, നോൻപിൽ കെട്ടെന്നാ പറയേണ്ടത്. പക്ഷെ ആ മനുഷ്യനോട് റസൂൽ പറഞ്ഞെന്താ? അയാൾക്ക് വിവാഹം കഴിക്കണം, അവൾക്കും വിവാഹം വേണം. ആ വിവാഹത്തിന് സാമ്പത്തികമായ എന്തെങ്കിലും ഒരു മൂല്യം നിശ്ചയിക്കാവുന്ന ഒരു മഹർ തടസ്സമാവരുത്. അതുകൊണ്ട് റസൂൽ പറഞ്ഞു നിനക്കെന്താ ഖുർആൻ അറിയാം, അത് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അത് മഹർ എന്ന് പറഞ്ഞാൽ ഒരു ഇരുമ്പിന്റെ മോതിരം പോലും സ്വന്തമായി ഇല്ലാത്ത ഉടുതുണി മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അങ്ങനത്തെ ഒരു മനുഷ്യനോട് റസൂൽ പറഞ്ഞാണെന്ത്? നീ ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തേക്ക്. അങ്ങനത്തെ ഒരാൾ നമുക്കിടയിലുണ്ടെങ്കിൽ ഖുർആൻ പരിഭാഷ കൊടുക്കാം, അല്ലെങ്കിൽ ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ? ജീവിതത്തിലെ ലാളിത്യത്തെ കുറിച്ച് ആർക്കും ഒരു ആവലാതിയില്ല, ഒരു വേവലാതിയില്ല. ഇപ്പൊ ഞാൻ ധരിക്കുന്ന ഈ ഷർട്ടും എന്റെ ഡ്രസ്സൊക്കെ വളരെ വിലപിടിപ്പുള്ള, നല്ല മുന്തിയ, എന്റെ വാച്ച് വിലപിടിപ്പുള്ളത്, എന്റെ മൊബൈൽ നല്ല വിലപിടിപ്പുള്ളത്, എന്റെ ഷൂ അതൊക്കെ വിലപിടിപ്പുള്ളത്, എന്റെ വാഹനം അത്യാവശ്യം തിരക്കുള്ള നല്ല വാഹനമാണ്, നല്ല വീടാണ്, വീട്ടില് 4 നേരം സുഭിക്ഷമായ ഭക്ഷണമുണ്ട്, അതുപോലെ വീട്ടിലെ കുട്ടികളൊക്കെ പഠിക്കുന്നതൊക്കെ നല്ല ഉയർന്ന പിന്നെ കോസ്റ്റ്ലി വിദ്യാഭ്യാസമാണ്, എല്ലാം ഒന്നിനും ഞാൻ കുറവ് വരുത്തിയിട്ടില്ല. എന്നുണ്ടോ? ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വിവാഹം വരുമ്പോ അന്ന് 2 ബിസ്ക്കറ്റ് ഒരു ചായയും പിന്നെ ഈ ഒരു ഖുർആൻ പരിഭാഷയും, അത് മാത്രം നമുക്ക് മനസ്സിലാത്തത്.
അല്ല, മൊത്തം ലളിതവൽക്കരിച്ചോളൂ. ജീവിതത്തെ മൊത്തം ലളിതവൽക്കരിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ഇവിടെയും നമുക്ക് ലാളിത്യമാവാം. ജീവിതത്തിൽ എവിടെയും ഇല്ലാത്തൊരു ലാളിത്യം ഇവിടെ മാത്രം വെച്ചാൽ അത് വേറെ ചില അവസ്ഥയിലേക്കാണ് തിരിച്ചു പോവുക. അപ്പൊ അതുകൊണ്ട് കൊടുക്കേണ്ടത് സ്വർണം തന്നെയാണ്. ഇതെന്റെ ഒപ്പീനിയൻ, നിങ്ങൾക്ക് തിരുത്തി പറയാം. ഇന്ന് ഡയമണ്ടാണ് കൊടുക്കേണ്ടത്. കാരണം അവിടേക്ക് എത്തിയിട്ടുണ്ടല്ലോ സമൂഹം. സന്തോഷമായോ? ആ അല്ല, ഒരു വല്ല ചിരിക്കേണ്ടതുകൊണ്ട് ഇനിയും കൊടുക്കാം. പണ്ട് ഖുർആൻ പരിഭാഷ കൊടുത്തൊക്കെ ഇനിയും കൊടുക്കാം. അപ്പൊ ശരി, ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് ഒരു വലിയ സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ എന്നെ സ്വീകരിക്കുന്ന ഈ എന്റെ ഇന, അദ്ദേഹം എന്നെ സംരക്ഷിക്കും, എന്നെ പരിപാലിക്കും, എന്റെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് എനിക്ക് വേണ്ടതെല്ലാം നിർവഹിച്ചു തരും. അതിന് മാത്രമുള്ള വിശാലമായ മനസ്സ് ഇദ്ദേഹത്തിനുണ്ട് എന്ന് ബോധ്യപ്പെടാൻ നമ്മൾ കൊടുക്കുന്ന ഈ മഹറിന്റെ അളവ് പ്രധാനം തന്നെയാണ്. കോടികൾ ആസ്തിയുള്ള മനുഷ്യൻ ഒരപ്പവന് സ്വർണം കൊടുത്തിട്ട് പോന്നാലോ, ഇയാൾക്ക് എന്തിന്റെ ഒരു കാര്യമില്ല, അതാർക്കും ഉപകരിക്കൂല, ഓളാദ്യം തീരുമാനിക്കും. മനസ്സിലായില്ലേ? അതാണ് പ്രശ്നം. അപ്പൊ അതുകൊണ്ട് അത്രേ പറഞ്ഞോളൂ. എന്നിട്ട് ഖുർആൻ എന്ത് പറഞ്ഞു? അർരിജാലു ഖവ്വാമുന അലൻ നിസാ ബിമാ ഫല്ലല്ലാഹു ബഅദഹും അലാ ബഅദ് വബിമാ അൻഫഖു മിൻ അംവാലിഹിം. പുരുഷൻ സ്ത്രീയുടെ കൈകാര്യകർത്താവായി മാറിയത് അവന്റെ തടിമിടുക്ക് കൊണ്ട് മാത്രമല്ല. തടിമിടുക്കിന് പ്രത്യേകത ഉണ്ട്. കാരണം എന്താ, നട്ടപ്പാതിലൊക്കെ ഒരാളൊന്ന് വാതിലിൽ പൊട്ടി. അപ്പൊ പെണ്ണ് മാത്രമാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇയാളാണെങ്കിലോ ആരാണെന്ന് ചോദിക്കാനുള്ള ധൈര്യങ്ങൾ ഉണ്ടാവേ, വാതിലുറക്കൊന്നുള്ള ഓരോ മനസ്സിലല്ലേ? അത്രയെങ്കിലും അതാണ് പറഞ്ഞത്. അപ്പൊ തടിമുടിക്കോട് കുറച്ച് കാര്യമുണ്ട്, വേറെ ചില കാര്യങ്ങളുണ്ടാവുന്നുണ്ട്. പക്ഷെ ഏറ്റവും പ്രധാനം എന്താ, അവൻ അധ്വാനിച്ച് അവളുടെ കൂടി ജീവിതം ഏറ്റെടുക്കുന്നു. അവളുടെ ജീവിതത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങളും തന്റെ പ്രശ്നങ്ങളാക്കി ഏറ്റെടുത്തിട്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ മറ്റൊരിടത്ത് പറഞ്ഞല്ലോ, മൊത്തത്തിലാ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ. വിശ്വാസികളെ, നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് അന്യായമായി തമ്മിൽ തിന്നരുത്. തമ്മിലേ ഇത് അമ്മോശനോടും മരുമോനോടും ആണോ തോന്നിപ്പോവും. നേർക്ക് നേരെ പരസ്പരം എന്ന് പറഞ്ഞു. കല്യാണം കഴിയുന്നവരെ അവര് രണ്ടാളും പുറത്തുള്ളൂ, പിന്നെ രണ്ടാളും അകത്താ, ഓരോന്നായി നമ്മൾ പുറത്തായി. മനസ്സിലല്ലേ? അത്രയും അകത്തിരിക്കുന്ന ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട ആളുകൾ പരസ്പരം തമ്മിൽ തിന്നരുത് എന്നാണോ പറഞ്ഞു തോന്നും. പക്ഷേ അത് അവിടെ അങ്ങനെ അല്ലെങ്കിൽ പോലും വിഷയം അങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ടാണ് വിവാഹ സമയത്ത് വിവാഹവുമായി ബന്ധപ്പെട്ട് വരൻ അങ്ങോട്ട് കൊടുക്കുന്നത് എന്ത് എന്ന് ആലോചിക്കാന്നല്ലാതെ വധു ഇങ്ങോട്ടെന്ത് തരും എന്ന ആലോചന അസ്ഥാനത്താണെന്ന് പറഞ്ഞത്. അത് അസ്ഥാനത്താണെന്ന് മാത്രമല്ല, അതിൽ ഏത് അക്കൗണ്ടിലാണ് പെടുത്തുക, ഏത് അക്കൗണ്ട് പെടുത്തും? ഇപ്പൊ എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ പിതാവിൽ നിന്ന് അനന്തരാവകാശമായി കിട്ടുന്ന എന്റെ സമ്പത്താണ്. ഞാൻ ജോലി ചെയ്ത് കച്ചവടം ചെയ്ത് കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന എന്റെ സമ്പത്താണ്. എനിക്കൊരാൾ തരുന്ന ഗിഫ്റ്റ് ഹദിയ ഉണ്ടല്ലോ, അതെന്റെ സമ്പത്താണ്. മനസ്സിലായല്ലോ? എന്നാൽ ഇതിലൊക്കെ ഏത് വകുപ്പിലൊക്കെ പെടാം? വിവാഹ സമയത്ത് വധുവിനോടോ വധുവിന്റെ രക്ഷിതാവിനോടോ വാങ്ങുന്നത് എന്താണെങ്കിലും അത് പണ്ട് പണവും പണ്ടവുമായിരുന്നു. ഇപ്പൊ അത് പണിയും പറമ്പും എസ്റ്റേറ്റും ഒക്കെ ആയിട്ടുണ്ട്. എന്തോട്ടെ, അതൊക്കെ ആണെങ്കിലും അത് ഏത് അക്കൗണ്ട് പെടുത്തും? അനന്തരാവകാശമല്ല, അധ്വാനിച്ചുണ്ടാക്കിയതല്ല. എന്നാ ഹദിയാണോ ഗിഫ്റ്റ്? അതുമല്ല. കാരണം ഗിഫ്റ്റ് ഒരു കാലത്തും തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നല്ല, തിരിച്ചു കൊടുക്കേണ്ടതല്ലാതെ തിരിച്ചു വാങ്ങിയാൽ ഛർദ്ദിച്ച് തിന്നുന്നവനെ പോലെ എന്ന് പറഞ്ഞു. പക്ഷെ ഇതോ പ്രശ്നമായാൽ തിരിച്ചു കൊടുക്കും ചെയ്യും. അപ്പൊ അതിലൊന്നും പെടില്ല. അപ്പൊ അതിലൊന്നും പെടാത്തൊരു മുതൽ എന്തിനാ വെറുതെ വാങ്ങിക്കുന്നത്? അത് വാങ്ങി വെച്ചിട്ട് ആരെങ്കിലും അതുകൊണ്ട് വല്ല ഗുണവും നേടിയിട്ടുണ്ടാവില്ല. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഇത്ര കണ്ടില്ല. അതുകൊണ്ട് നന്നായ ഒരാള്, അഥവാ നന്നായിട്ടുണ്ടെങ്കിൽ അവന് ഒരു ഹെൻപക്ക് ഹസ്ബൻഡ് ആയിരിക്കും. എന്ന് പറഞ്ഞാല് കാഴ്ചക്കൊരാണ് തന്നെ ആയിരിക്കും, പക്ഷെ അവള് തുള്ളിക്കുന്ന പോലെ ഇവനെ തുള്ളാൻ പറ്റും. മനസ്സിലായല്ലോ? നിയന്ത്രണം അവളുടെ കയ്യിലാ. ഇതൊരു ഭാവ, ഒരു യന്ത്രം, എല്ലാം അവിടെയാണ്. നമ്മൾ BP എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായല്ലേ? അതാണ് BP. ആ BP ഉണ്ടാകുന്നതിന്റെ ബേസ് ഇതാണ്. എന്തിനൊരു കാരണം ഉണ്ടാവുമല്ലോ. ബ്ലഡ് പ്രഷറിന് കാരണമുണ്ട്, ഇപ്പറഞ്ഞ BPക്ക് വേറെ കാരണമുണ്ട്. ഇനി ഇതൊന്നുമല്ല, നമ്മളൊന്നും ചോദിച്ചില്ല, ഒന്നും പറഞ്ഞില്ല, ഒന്നും ആവശ്യപ്പെട്ടില്ല. എന്നിട്ടും ഇയാൾ എന്ത് ചെയ്തു? അയാളിന്റെ മുള കെട്ടിച്ചൂടല്ലേ, 1 ഏക്കർ തെങ്ങുന്തോട്ടം എഴുതി കൊടുത്തു. ഇവനും ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ, വെറുതെ തന്നതല്ല, ഞാൻ കടന്നോട്ടെ എന്ന് അവനും കരുതി. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകണ്ട, കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവൻ പറഞ്ഞു, ഇന്നത്തെ കറി നല്ല ഗംഭീരമായിട്ടുണ്ടല്ലോ, നല്ല കറി ഉഷാറായിട്ടുണ്ട്. അവനൊന്ന് ആസ്വദിച്ച് കഴിക്കുകയാണ്.
അപ്പോഴാണ് അവള് പറഞ്ഞത്, അതോ അത് പണ്ട് ഉപ്പ ഏത്തുന്നില്ല, ഒരു ഏക്കർ തെങ്ങും തോട്ടം, അതിൽ തേങ്ങ ഇട്ടിരുന്നു, ആ തേങ്ങ നിന്ന് കറിയിൽ ഉപയോഗിച്ചത് മനസ്സിലേ ഇങ്ങനെ വച്ചിങ്ങനെ വിലങ്ങടിക്കും. അത്രേ, വേറെ പ്രശ്നമൊന്നുമില്ല. അമോശമായി തന്നൊരു കാർ ഇങ്ങനെ ഓടിച്ചു നോക്കണ്ടി, കാറിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എപ്പോഴെങ്കിലൊക്കെ ഓളാൻ കീറൊന്ന് മാറ്റും. അതെ, 5 കൊല്ലായിട്ടോ 1.5 ലക്ഷം കിലോമീറ്റർ ഓടി, ഇപ്പോഴും കുഴപ്പമില്ല. ബാപ്പ വാങ്ങി തന്നെ ഉഷാറുണ്ടല്ലേ, ബ്രേക്ക് മോഡലോ. അപ്പോ ഇങ്ങനെ ചെറിയ നമ്മുടെ മനസ്സിന്റെ സന്തോഷവും സമാധാനവും തകർക്കാനല്ലാതെ ഈ മാതിരി മുതൽ കൊണ്ടൊരു ഉപകാരം ഉണ്ടാവില്ല. ഇനി വേറെ തമാശ തരും. ചില ആളുകൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി വീടൊക്കെ എടുത്തു, വീട് താമസിക്കാണ്. ഒരു 50 ലക്ഷത്തിന് വീടെടുത്തിട്ടുണ്ട്. ആ വീട്ടിലേക്ക് ആവശ്യമുള്ള ഫർണിച്ചറും ക്രോക്കറീസും ഒക്കെ അവനെ വാങ്ങിക്കൂടെ? അതിന് വേറെ ആളുടെ സഹായമാണോ? ഭയങ്കര കൊശിയിൽ ഭയങ്കര പോഷായിട്ട് അവൻ ഫർണിച്ചറും സാധനമൊക്കെ വാങ്ങിയത് 5 ലക്ഷം രൂപയല്ലേ അവളു, അതുണ്ടാവാലോ. എന്നാൽ വീടുണ്ടാക്കേണ്ടത് എന്റെ പണി, വീട്ടിലേക്കുള്ള സാധനമൊക്കെ കൊണ്ടെന്റെ ഓള പണി. പിന്നെ അവിടുന്നാണ് ചട്ടിയും പാത്രവും കിടക്കയും കുപ്പായൊക്കെ ആയിട്ട് ഇങ്ങനെ എന്താണ് ഒരു ജാഥയച്ച് കുറെ ലോറിയിൽ. എന്തായാലും ഗുണം ഞാൻ പറഞ്ഞുതരാ, കിടന്നാ മൂട്ട കടിക്കുന്നുള്ള തന്നെയാണ്. മൂട്ട ഇടക്കിടക്ക് കടിക്കും, കൊതുക് കടിക്കും. അതെന്താ? ആരെങ്കിലൊക്കെ വീട് കാണാൻ ചില ഗസ്റ്റൊക്കെ വരില്ല, പ്രത്യേകിച്ച് പുതിയൊരു വീടൊക്കെ വന്ന് കണ്ടുപോകും. അപ്പൊ അങ്ങനെ കണ്ടു വീടൊക്കെ ഉണ്ടാവും, ഉഷാറുണ്ട്, ഈ റൂമ ഗംഭീര, അത് അതിനിടയ്ക്ക് ഓള് ഇടവേള, എന്താ ഈ കട്ടിലുണ്ടല്ലോ ഇതിന്റെ വാപ്പ ഇടുന്ന കേട്ടോ, നല്ല സുഖമായി വീട് കിടന്നിറങ്ങാൻ അല്ലേ. ഈ ഡൈനിങ് ടേബിളില്ലേ അതിന്റെ കാക്ക കൊടുത്തയച്ചതാ. അവസാനം കുടിക്കല ഗ്ലാസ് വരെ നോക്കുമ്പോ ഏതോ അമ്മായിനാണ്. 50 ലക്ഷത്തിന്റെ വീടിന് ഒരു നിലയും വിലയില്ല. ഈ 5 റുപ്യന്റെ മുതലിനൊക്കെയാണ് ഭയങ്കര വില ഉണ്ടാവുക. എന്തിനായി നിൽക്കണേ? കടം വാങ്ങിയിട്ടെങ്കിലും അവനാ തന്നെ വെക്കട്ടെ. 50 ലക്ഷം ചെലവാക്കിയില്ലേ, ഒരു 5 ലക്ഷം കടം വാങ്ങി, എന്നിട്ടെങ്കിലും അവനാൻ തന്നെ വെച്ചു കൊടുക്കി. അതിന് കിട്ടുന്നൊരു സൗകര്യവും സമാധാനമൊന്നും വേറെ ഒന്നിനും കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, വിവാഹം എന്നത് ഒരു സാമ്പത്തിക വരുമാനത്തിനുള്ള ഒരു പാലം കെട്ടുന്ന പണിയല്ലത്. ജീവിതത്തിലേക്കുള്ള ഒരു വലിയ അറ്റമില്ലാത്തൊരു പാലം കെട്ടാനാണത്. പിന്നെന്താ, അവളുടെ പിതാവിന് സ്വത്തുണ്ട്, ആയിക്കോട്ടെ, ആ സ്വത്ത് കുറച്ച് ഇങ്ങോട്ട് വരുമല്ലോ. അവളുടെ പിതാവ് കണ്ണടക്കുമ്പോ എല്ലാവർക്കും പോകുന്ന പോലെ ഇങ്ങോട്ട് വരും. അതിന് വേറെ അർത്ഥം ഉണ്ടാവും. അത് അവൾക്ക് മാത്രമല്ല, അവളുടെ ആങ്ങളമാർക്കും കിട്ടിയിട്ടുണ്ട്, അവളുടെ അനിയത്തിമാർക്കും കിട്ടിയിട്ടുണ്ട്, എല്ലാവർക്കും കിട്ടിയപോലെ ഇവർക്കും കിട്ടും. അതിനപ്പുറത്ത് നമ്മൾ അതിന്റെ പിന്നിൽ മനസ്സ് വെച്ചാൽ നഷ്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മഹർ എന്നതിനെ ആ നിലക്ക് കാണുക. അത് വിലപിടിപ്പുള്ള തന്നെ, വിലപ്പെട്ടത് തന്നെ കൊടുത്തുകൊണ്ടാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിക്കുന്ന ആണിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞപ്പോ അതിന്റെ കൂടെ തന്നെ പണിനെ പരിചയപ്പെടുത്തിയത്. നല്ല പെണ്ണ് എന്ന് പറഞ്ഞാൽ അവളുടെ ഏറ്റവും വലിയ ഗുണം അവൾ വിനയമുള്ളവളായിരിക്കും. വിനയത്തോളം ഒരു പെണ്ണിന് സൗന്ദര്യമോ സമ്പത്തോ തറവാടിത്തമോ നൽകുന്നതൊന്നുമില്ല. അതാണ് വിനയത്തിന്റെ പ്രത്യേകത. അതിന്റെ നഷ്ടം തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. സിനിമകളിലൊക്കെ വളരെ മനോഹരമായ കുടുംബജീവിതങ്ങൾ, ദാമ്പത്യമൊക്കെ ഇങ്ങനെ അഭിനയിച്ചിങ്ങനെ കാണിക്കുന്ന കുറെ ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. അങ്ങനെ കണ്ടാൽ ചിലരൊക്കെ പറയും, എങ്ങനെയൊക്കെ ജീവിക്കാൻ കഴിയുമോ, ഇങ്ങനെയൊക്കെ ഉണ്ടാവോ എന്നൊക്കെ ചോദിക്കും. അത്ര മനോഹരമായിരിക്കും. അതേ ആളുകളുടെ സ്വന്തം ജീവിതം എന്ന് പരിശോധിച്ചു കൊണ്ടു. കല്യാണം കഴിച്ചിട്ട് 3 കൊല്ലം ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല, അപ്പൊ ഡൈവേഴ്സ് പെറ്റീഷൻ കൊടുത്തു. ഇതിലിങ്ങനെ കാത്തിരിക്കാണ് 1.5 കൊല്ലം. പത്രങ്ങളിൽ മുഴുവൻ ഈ മാതിരി വാർത്തകളാണ്. ആരാണിവര്? സിനിമാ ലോകത്തിലെ താരകങ്ങൾ എന്നൊക്കെ അല്ലേ പറയല്ലേ, താരങ്ങൾ എന്നൊക്കെ അല്ലെ, നക്ഷത്രങ്ങളാ, സ്റ്റാർസ്. അവരുടെ അവസ്ഥ എന്താ അവർക്ക് കുറവ്? സൗന്ദര്യത്തിന്റെ കുറവുണ്ടോ, സമ്പത്തിന്റെ കുറവുണ്ടോ, വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ടോ, പ്രശസ്തിന്റെ കുറവുണ്ടോ? അതൊക്കെ ഒരു പക്ഷേ മറ്റു പലരേക്കാളും കൂടുതലുണ്ട്. എന്നിട്ടും ജീവിതമില്ല. അപ്പോ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളെ ഞാൻ സൂചിപ്പിച്ചത്. അതിൽ പ്രധാനപ്പെട്ട സംഗതിയാണ് വിനയം. നല്ല ചിന്തകനായ, അത്യാവശ്യം ബുദ്ധിയും തന്നെയോടൊക്കെ ഉള്ള ഒരു പണ്ഡിതന്റെ അരികിൽ ആ നാട്ടിലുള്ള ഏറ്റവും സുന്ദരികളായ 4 പെൺകുട്ടികൾ വന്നു. അവർ ഏറ്റവും സുന്ദരികളാണെന്ന് അവർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം. അതിൽ കുറച്ചൊരു അഹങ്കാരം ഉണ്ടാവുമല്ലോ. അങ്ങനെ തന്നെ വന്നത്. വന്നിട്ട് ഇദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ സംസാരിക്കുകയാണ്, ഞങ്ങൾ ഈ 4 പേരുടെയും സൗന്ദര്യമുണ്ടല്ലോ, ആ സൗന്ദര്യത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു? അതിന് നിങ്ങളെന്താ അഭിപ്രായം? അദ്ദേഹം ഒട്ടും ആലോചിക്കാതെ പറഞ്ഞു, അതിന് ഞാനൊരു വട്ടപൂജ്യമാർക്കരാണ്. നിങ്ങളുടെ ഈ മഹാസൗന്ദര്യത്തിന്റെ ഒരു വട്ടപൂജ്യം.
അതവർക്ക് നിരാശയും സങ്കടവും ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. പറഞ്ഞത് മോശപ്പെട്ട ആളൊന്നുമല്ല, അത്യാവശ്യം ബുദ്ധിയും ചിന്തയൊക്കെ ഉള്ളൊരു പണ്ഡിതനാണ്. എന്നാലും ആ നിരാശ മറച്ചു വെച്ചുകൊണ്ട് അവർ പിന്നെയും ചില ചോദ്യങ്ങൾ ചോദിച്ചു. അതിലൊന്ന് അവരുടെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചാണ്, ഒന്ന് തറവാടിനെ കുറിച്ചാണ്, ഒന്ന് വിദ്യാഭ്യാസത്തെ കുറിച്ചാണ്. ഇതിനൊക്കെ അദ്ദേഹം പിന്നെയും കൊടുത്ത ഓരോ പൂജ്യങ്ങൾ. അങ്ങനെ മൊത്തം 4 പൂജ്യം കിട്ടി. അവസാനം അവർ നിർവാഹം അയാളത്തുന്നൊരു കാര്യമില്ല, അവർ പോവുകയാണ്. പോകുന്ന പോക്ക് ഒരു ചോദ്യം കൂടി ചോദിച്ചു. ഞങ്ങളുടെ ധാർമ്മികത, സ്വഭാവം, സംസ്കാരം, വിനയം, വിവേകം, ഇതിനൊക്കെ നിങ്ങൾ എന്ത് മാർക്ക് തരും? അദ്ദേഹം വളരെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു, അതിനെല്ലാം കൂടി ഞാൻ 1 മാർക്ക് തരാം, 1 മാർക്ക്. എന്നിട്ട് പറഞ്ഞു, ഈ 1 മാർക്ക് ഞാൻ ആദ്യം നൽകിയിരിക്കുന്ന 4 പൂജ്യത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ഇടാൻ സാധിച്ചാൽ നിങ്ങളുടെ മാർക്ക് 10,000 ആകും. അർത്ഥം മനസ്സിലായല്ലോ? സൗന്ദര്യത്തിനും സമ്പത്തിനും തറവാടിനും വിദ്യാഭ്യാസത്തിനും നിലയും വിലയും ഒക്കെ ഉണ്ടാകും. അതിന്റെ മുമ്പേ ഉണ്ടാവേണ്ടുന്ന സ്വഭാവവും സംസ്കാരവും വിനയവും വിവേകവും ഒക്കെ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിലോ അതൊക്കെ വട്ടപൂജ്യം. അത് മനസ്സിലാകാതെ പോയതാണ് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വളരെ മനോഹരമായി പറഞ്ഞല്ലോ, തുൻകഹുൽ മർഅത്തു ലിഅർബഈൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസ്ബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിദ്ദീൻ. ഞാൻ വിശദീകരിക്കുന്നില്ല, ആ പറഞ്ഞാണ് പറഞ്ഞു വെച്ചത്. മനോഹരമായി പ്രവാചക തിരുമേനി പഠിപ്പിച്ചിരിക്കുന്ന ആ വിഷയമാണ് ഇവിടെ ഞാൻ സൂചിപ്പിച്ചത്. അപ്പോ വിനയം, വിവേകം എന്നുള്ളത് വളരെ വലിയൊരു സംഗതിയാണ്. അത് ഉൾക്കൊണ്ടാൽ, അത് അംഗീകരിച്ചാൽ, അത് മനസ്സിലായി കഴിഞ്ഞാൽ ജീവിതത്തിൽ തങ്ങളുടെ ബാധ്യതകളെക്കുറിച്ച്, കടപ്പാടുകളെക്കുറിച്ച്, ധാരണകളെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തും. ഇവിടെ ആണും പെണ്ണും ഒരുമിച്ച് ജീവിക്കുന്നു. അവർക്കിടയിൽ ആ ബന്ധം സുദൃഢമായി, സുന്ദരമായി, മനോഹരമായി, സന്തോഷകരമായി, മധുരകരമായി മുന്നോട്ട് പോകണം. അതിന് വേണ്ടതെന്താ? അതിന് വേണ്ടതാണ് പ്രണയം, പരസ്പരമുള്ള പ്രണയം. അതാണ് ആ സമാധാനത്തിന്റെ തൊട്ടുപറകെ പറഞ്ഞത്, വജഅല ബൈനക്കും മവദത്തും വറഹ്മ. ഈ സമാധാന ജീവിതത്തിന്റെ വെള്ളവും വളവുമായി മാറേണ്ടത് സ്നേഹവും കാരുണ്യവുമാണ്. അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. നഷ്ടപ്പെടാൻ പല കാരണങ്ങളുമുണ്ട്. പലപ്പോഴും ഈ പ്രണയം വിവാഹത്തിന് മുമ്പേ അവസാനിച്ചിരിക്കും. നമ്മൾ ഈ വഴികളിൽ കിട്ടുന്ന ഈ കണക്ഷൻസ് ഉണ്ടല്ലോ, ആ കണക്ഷനിലൂടെ നമ്മൾ കൊടുക്കുന്നത് വിലപ്പെട്ട സ്നേഹമാണ്, പ്രണയമാണ്. അത് വിവാഹത്തോളം നീണ്ടു നിൽക്കും. അത് കഴിഞ്ഞാൽ ഒട്ടും വൈകാതെ അത് അസ്തമിക്കുകയും അവസാനം അത് തല്ലിപിരിയുകയും ചെയ്യും. എത്രയോ ഉദാഹരണങ്ങൾ. പ്രണയ വിവാഹങ്ങളിൽ 95% പരാജയപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ്. പ്രധാനപ്പെട്ട കാരണം അതാ. കാരണം പ്രണയം നേരത്തെ കൊടുത്തു കഴിഞ്ഞു, കൈമാറി കഴിഞ്ഞു. ഇനി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ, പച്ചയായ യാഥാർത്ഥ്യങ്ങളിൽ പൊരുത്തപ്പെട്ടു പോകാൻ കയ്യിൽ മറ്റൊന്നുമില്ല. അതന്നെയാണ് പ്രശ്നം. ഇപ്പോ ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പ്രണയത്തെക്കുറിച്ച്, വിവാഹപൂർവ്വ പ്രണയത്തെക്കുറിച്ചുള്ള ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്താ? വിവാഹത്തിന് മുമ്പേ ഉള്ളൊരു പ്രണയം, അതിന്റെ ഇസ്ലാമിലെ കൺസെപ്റ്റ് എന്തായിരിക്കും? അത് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എനിക്ക് പറയാനുള്ളത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം കൂടാൻ പറയുന്നുണ്ട്. ആ ചരിത്രം ഞാൻ പറഞ്ഞു വന്നിടത്ത്, അദ്ദേഹം അവിടെ വെച്ച് ഒരു അടിപിടിയിൽ ഒരാൾ കൊല്ലപ്പെട്ടല്ലോ. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് മദീനയിലെത്തുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് ആളുകൾ ഇങ്ങനെ വെള്ളം കുടിക്കണം, അദ്ദേഹത്തിന് വെള്ളം കുടിക്കാൻ വേണ്ടി കിണറിന്റെ അരികിൽ ഇങ്ങനെ തിരക്കൂട്ടാണ്. അപ്പുറത്ത് 2 പെൺകുട്ടികൾ ഇങ്ങനെ നാണിച്ചു മാറിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് തോന്നി, ഈ പെൺകുട്ടികൾ ഇങ്ങനെ നിന്നാ വൈകുന്നേരം വെള്ളം കിട്ടില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ഒരു സഹായം, അവർക്കുള്ള വെള്ളം കോരി കൊടുത്തു. ഇത്രേ ഉള്ളൂ. അദ്ദേഹം അതിന്റെ അപ്പുറം ഒന്നും കണ്ടിട്ടില്ല, ഒരു ധാരണയില്ല, ഒരു വിഷയമില്ല. അവർക്ക് ആ വെള്ളം കോരി കൊടുത്തു, അദ്ദേഹം പോയി. പക്ഷെ ആ പെൺകുട്ടികളിൽ ഒരുത്തിക്ക് അദ്ദേഹത്തോടൊരു താല്പര്യം, മനസ്സിലൊരു താല്പര്യം. പക്ഷെ ആ താല്പര്യം അവർ മറച്ചു വെച്ചില്ല. അവർ തന്റെ പിതാവിനോട് പറഞ്ഞു, ഉപ്പ, ഞങ്ങൾക്ക് വെള്ളം കോർത്തുന്നിരിക്കുന്ന അദ്ദേഹം ശക്തനാണ്, വിശ്വസ്തനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് നിങ്ങൾ നല്ല പ്രതിഫലം കൊടുക്കണം. സൂറത്തുൽ ഖസസിലാണ് എന്നെ ഓർമ്മ, കൃത്യമായി അതിങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. എന്താണ് ഈ പറഞ്ഞു വെച്ചത്? അതിന് പച്ച മലയാളം, ഞാൻ അദ്ദേഹത്തെ പ്രേമിക്കുന്നു എന്നാണ്. എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടമായി എന്നാണ്. വിവാഹം കഴിച്ചു തരണമെന്നാണ്. ആ പറഞ്ഞത് ആകത്തുക തന്നെയാണ്. അപ്പോ ഈ പിതാവ് എന്ത് ചെയ്തു? അദ്ദേഹത്തെ വിളിച്ചു വരുത്തി, കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. വീട്, നാട്, പേര്, കുലം, മഹിമ, അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. അദ്ദേഹം
ഈ മകൾ ആവശ്യപ്പെടുന്ന ഉത്തരമാണ് അവിടെ പ്രതികരിച്ചത്. എന്താ? ഇവരിൽ ഒരാളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു, ഇന്നതാണ് മഹർ, സ്വീകാര്യമാണോ? ഇതാണ് ഇസ്ലാം അംഗീകരിച്ചിരിക്കുന്ന വിവാഹ പൂർവ്വ പ്രണയം എന്ന് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിക്കോ ചെറുപ്പക്കാരനെ കണ്ടാൽ ഇഷ്ടപ്പെടാം. ആ ഇഷ്ടം എത്ര സമയം? അടുത്ത നിമിഷം തന്റെ പിതാവിനോട്, മാതാവിനോട്, രക്ഷിതാക്കളോട് പറയുന്നത് വരെ. പറഞ്ഞാൽ അവരന്വേഷിക്കും പോയിട്ട്. യോഗ്യരാണെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോ യോഗ്യരല്ല എന്ന് ഈ മാതാപിതാക്കൾ പറയുമ്പോൾ ഈ പെൺകുട്ടിക്ക് ബുദ്ധിമുട്ടില്ല, കലപ്പ് കണ്ടിടലുള്ളൂ, പ്രശ്നമില്ല. പലപ്പോഴും എന്താ സംഭവിക്കല്? ഒരാളെ കണ്ടെത്തി, സ്നേഹത്തിലായി, ഇഷ്ടത്തിലായി, പ്രണയത്തിലായി, ചിലപ്പോ മാസങ്ങൾ, വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നീട് മാതാപിതാക്കൾ അന്വേഷിച്ചു വരുമ്പോ ഇവന് ഒരുപാട് അയോഗ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും അംഗീകരിക്കാൻ ഇവർക്ക് കഴിയില്ല. അപ്പോഴാണ് ഇദ്ദേഹത്തെ ഒഴിവാക്കുന്നേക്കാൾ നല്ല മാതാപിതാക്കളെ ഒഴിവാക്കാൻ തോന്നുക. അവിടേക്ക് പോകുന്ന അപകടങ്ങളുടെ ഒരു വശം ഞാൻ സൂചിപ്പിച്ചത്, ഒരാണിന് ഒരു പെണ്ണിനോടും ഒരു പെണ്ണിന് ആണിനോടുമൊക്കെ സ്വാഭാവികമായ പ്രണയമാകാം. പക്ഷെ ആ പ്രണയം ഏതുവരെ? കണ്ട് ഇഷ്ടപ്പെട്ടത് മുതൽ ഉടനെ തന്നെ തന്റെ മാതാപിതാക്കളെ വിവരം അറിയിക്കുന്നത് വരെ. അതാണ് ഇസ്ലാം അനുവദിക്കുന്ന വിവാഹപൂർവ്വ പ്രണയം. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? പ്രണയമുണ്ടാവേണ്ടത് വിവാഹത്തിന് ശേഷമാണ്. അവിടുന്നാണ് തുടങ്ങേണ്ടത്. എങ്കിൽ മാത്രമേ അത് ആജീവനാന്തം നിലനിൽക്കുകയുള്ളൂ. ബൈനക്കും മബദത്തം റഹ്മ, നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും അവൻ ഊട്ടിയുറപ്പിച്ചിരിക്കുന്നു. അത് എത്രമാത്രം നമുക്ക് സമ്മാനിക്കുവാൻ സാധിക്കുന്നു, അവിടെയാണ് വിഷയം. എന്റെ ഭാര്യയുടെ മനസ്സിന് എന്റെ സ്നേഹം കൊണ്ട്, എന്റെ പ്രണയം കൊണ്ട്, എന്റെ ആദരവ് കൊണ്ട്, അംഗീകാരം കൊണ്ട്, എന്റെ പരിഗണന കൊണ്ട് അവളുടെ മനസ്സിനെ എനിക്ക് നിറക്കാൻ സാധിച്ചാൽ ആ മനസ്സിൽ പിന്നെ ഒരു ചെറുപ്പക്കാരനും ഒരു സ്ഥാനം ഉണ്ടാവില്ല. എന്റെ മനസ്സിനെ അവളുടെ സ്നേഹം കൊണ്ട് നിറക്കാൻ അവൾക്ക് സാധിച്ചാൽ എന്റെ മനസ്സിൽ ഒരു പെൺകുട്ടിക്ക് ഒരു സ്ഥാനം ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് നമ്മൾ പത്രത്തിൽ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ? ഒരാൾ ഇവിടുന്ന് ഇങ്ങനെ കുറെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കുറെ പണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ അയച്ചു കൊടുത്തു. എന്തിന്? പെരപ്പണിയോട് കാണി. പെരപ്പണി തുടങ്ങിയിട്ടുണ്ട്. 2-3 കുട്ടികളായി. ഇവർക്ക് 10-15 വയസ്സായി, ഇവനും 10-40 വയസ്സായി. ഇനിയെങ്കിലും കുറെയൊക്കെ ഉണ്ടാകണ്ടേ? അങ്ങനെ ഇവനിങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടുന്ന് ഇങ്ങനെ കടം വാങ്ങിയും അങ്ങനെ ഒപ്പിച്ച് ഇങ്ങനെ അയച്ചു കൊടുക്കണം. ആ അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് അവിടെ വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ആ വീടിന്റെ പണി ഇങ്ങനെ പൂർത്തിയാകാൻ നിൽക്കുമ്പോ അവളെ കാണാനില്ല. അവിടെ പണിക്കുന്ന ആശാരിന്റെ കൂടെ അവളെ ഇറങ്ങിപ്പോയി. എന്താ പ്രശ്നം? ഈ വീട് പോലും ഉണ്ടാക്കി എന്തിനാണ് അവൾക്ക് ബോധമല്ല. അവന്റെ കൂടെ അവൾ ഇറങ്ങിപ്പോയി. 3 കുട്ടികളുണ്ട്, അവരൊക്കെ ഉപേക്ഷിച്ചിട്ട് ചിലപ്പോൾ കൂടെ കൂട്ടിട്ടോ അങ്ങനെ പോയി. തിരിച്ചു കാണാം. ഭാര്യ 4ാമത്തെ പ്രസവിച്ചെടുക്കാം. ആ പ്രസവ സമയത്ത് ശുശ്രൂഷിക്കാൻ വരുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണിന്റെ കൂടെ അവൻ ഇറങ്ങിപ്പോയത്. അവന് 42 വയസ്സുണ്ട്. വിവേകത്തിന്റെ ഇതൊക്കെ സംഭവത്തിലുള്ള നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്താ ഇതിനൊക്കെ പ്രശ്നം? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, അവനവന്റെ മനസ്സുകളെ തന്റെ ഇണയുടെ സ്നേഹം കൊണ്ട്, കാരുണ്യം കൊണ്ട്, അംഗീകാരം കൊണ്ട്, പരിഗണന കൊണ്ട് നിറക്കുവാൻ, നിർഭരമാക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു. ആ പരാജയമാണ് ഇവിടെ കാണുന്നത്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട സംഗതിയാണെന്ത്? എന്താണ് ഇവർ തമ്മിലുള്ള ബാധ്യതകൾ, കടപ്പാടുകൾ? ഇപ്പോ പുരുഷന് ഒരു ദർജ കൂടുതലുണ്ട്. വലിയ റിജാരി ദർജ ഖുർആൻ പറഞ്ഞാണ്. പുരുഷന്റെ ദർജ കൂടുതലുണ്ട്. ആ ദർജ എന്താ? ഞാൻ പറഞ്ഞ നേരത്തെ, വീട്ടിൽ കള്ളം വന്നാൽ ആരോടാൻ ചോദിക്കാനെങ്കിലുമുള്ള ധൈര്യം കാണിക്കുന്ന ദർജ, അതാണ് ദർജ. എന്നാൽ ഇവർ തമ്മിലുള്ള ബാധ്യതകൾ എന്താണ്? ബാധ്യതകളുടെ അളവും തോതും എങ്ങനെയാണ്? പലപ്പോഴും ഭർത്താവ് ഭാര്യയിൽ നിന്ന് ഒരുപാട് സംഗതികൾ പ്രതീക്ഷിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതൊക്കെ അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങളാണ്. ഖുർആൻ എന്ത് ചെയ്തു? ഇത് രണ്ടും കൂടി ചെറിയ വാക്കിലോട് ഒതുക്കി. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. അവൾക്ക് ഒരുപാട് കിട്ടാനുണ്ട്, ഭർത്താവിൽ നിന്ന് അവൾക്ക് ഒരുപാട് കിട്ടാനുണ്ട്, ഒരുപാട് അവകാശങ്ങൾ നേടിയെടുക്കാനുണ്ട്. ആ അവകാശങ്ങൾ എന്താ? എന്തൊക്കെയാണോ അവന്റെ അവകാശമായി അവൾ അങ്ങോട്ട് കൊടുക്കേണ്ടത്, അത് അങ്ങോട്ട് കിട്ടാനുള്ളത്. തിരിച്ചു പറഞ്ഞാൽ ഭർത്താവിന് ഭാര്യയിൽ നിന്ന് കുറെ അവകാശങ്ങൾ കിട്ടാനുണ്ട്. അതെന്താ? അത് അങ്ങോട്ട് എന്താണോ കൊടുക്കേണ്ടത് അതാണ്. അപ്പോ രണ്ടുപേർക്കും കിട്ടേണ്ടതും രണ്ടുപേരും കൊടുക്കേണ്ടതും തുല്യമാണ്. അവിടെ ആർക്കൊരു മേൽക്കോയ്മയില്ല, അവിടെ ആർക്കൊരു മേൽക്കോയ്മയില്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യ ബാധ്യതയും തുല്യ കടപ്പാടുകളുമുള്ളവരാണ്. അതിൽ യഥേഷ്ടം നമുക്ക് നൽകാൻ സാധിക്കുന്ന സ്നേഹം തന്നെയാണ്. ഇന്ന് പലരും പിശുക്ക് കാണിക്കുന്നതും ആ വിഷയത്തിലാണ്. അതിന്റെ അനന്തരഫലം ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് വളരെ പ്രധാനം. പിന്നെ
എങ്ങനെ പിന്നെന്താ പറഞ്ഞത്? ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താ? അതൊന്ന്, ഒരു കുടുംബത്തിന്റെ സാമ്പത്തികമായിരിക്കുന്ന മുഴുവനും ബാധ്യതയും ഏറ്റെടുക്കുന്ന ഒരു ദറജ പുരുഷന് തന്നെയാണ്. അതവന്റെ ബാധ്യതയാണ്. അതോടൊപ്പം ആ കുടുംബത്തെ സുന്ദരമായി, മനോഹരമായി, ശാന്തമായി, സ്വസ്ഥമായി നല്ലൊരു കുടുംബമാക്കി കൊണ്ടുപോവുക എന്നത് ഈ പെണ്ണിന്റെയും ബാധ്യതയാണ്. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ. ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ എന്റെ വീടിന്റെ താക്കോൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റിയവളാണ്. അവൾ അവിടുത്തെ ഭരണാധികാരിയാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ വീട് എങ്ങനെ സ്വസ്ഥമായി, ശാന്തമായി, സുന്ദരമായി കൊണ്ടുപോകാൻ പറ്റും? അതിനവിടെ എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, എങ്ങനെ വേണം, എങ്ങനെ വേണ്ട, ആരൊക്കെ വേണം, ആരൊക്കെ വേണ്ട, അതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കി ആ വീടിനെ സ്വർഗ്ഗതുല്യമാക്കി കൊണ്ടുപോകാൻ ഒരു പെണ്ണ് വിചാരിച്ച സാധിക്കും. അവളാണ് പെണ്ണ്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞ എത്ര വാചകം. നല്ല ഒരു പെണ്ണ്, വിശാലമായൊരു വീട്, നല്ലൊരു വാഹനം, ഇതൊക്കെ സൗഭാഗ്യങ്ങളാണെന്നാ. അല്ലെങ്കിൽ വിശാലമായ വീട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു 5000 സ്ക്വയർ ഫീറ്റുള്ള അല്ലേ, ഒരു 5-6 ബെഡ്റൂം അല്ലേ, ബാത്റൂം വരെ ഒരാൾക്ക് കിടന്നുറങ്ങാൻ സൗകര്യമല്ലേ അല്ലേ, അതൊക്കെ വിശാലമായ വീട്. പക്ഷേ ഈ വിശാലമായ വീടിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവാചക തിരുമേനി ആ മദീന പള്ളിക്ക് ചുറ്റിലും കുറച്ച് വീട് കിട്ടിയിരുന്നു. ആ വീടുകളെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഹുജറാത്ത് എന്നാണ്. റൂമുകൾ, ഒറ്റ റൂമിലുള്ള വീടുകൾ, ഒറ്റമുറി വീടുകൾ, അതാണ് പ്രവാചക തിരുമേനിയുടെ വീടുകൾ. എന്നിട്ടോ ആ വീട്ടിൽ കയറി ചെല്ലുന്ന ആളുകൾ അവിടുന്ന് ഇറങ്ങിപ്പോണില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ്. അവസാനം അള്ളാഹ് പറഞ്ഞ് ഇറങ്ങിപ്പോയി അവിടെ നിന്ന്. അതാണ് ഹുജറാത്ത് പറഞ്ഞത്. അള്ളാഹ്ക്ക് അങ്ങനെ പറയാൻ യാതൊരു മടിയില്ല, ഇറങ്ങിപ്പോയിക്കൊള്ളു പറഞ്ഞു. അത് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തുന്ന കാരണം പ്രവാചകരുടെ വീട്ടിൽ കയറി ചെന്നാൽ പിന്നെയും പിന്നെയും അവിടെ തന്നെ ഇരിക്കാൻ തോന്നുന്നു, അവിടെ തന്നെ കൂടാൻ തോന്നുന്നു, വീണ്ടും വീണ്ടും വരാൻ തോന്നുന്നു. അത് പ്രവാചകർക്ക് ഒരു പ്രയാസമാകുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അതൊരിക്കലും പറയാൻ മടി കാണിക്കുന്ന പ്രവാചകരുടെ മുമ്പിൽ അള്ളാഹ് പറഞ്ഞു, അള്ളാഹ്ക്ക് മടിയില്ല, ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ചില വീടൊക്കെ കണ്ട വളരെ മനോഹരമായിരിക്കും. അതിൻ്റെ ഉള്ളിൽ കയറി ചെന്നാലോ, ഉള്ളിൽ കയറി ചെന്ന് നമ്മൾ കുറച്ചേറെ കണ്ടിരുന്നു. അവിടുത്തെ ആളുകളൊക്കെ നമുക്കൊന്നും മനസ്സിലായി. എന്താ മനസ്സിലെന്ത് പറയും ചില ആളുകൾ? പടച്ചോനെ, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഈ വീട്ടിൽ കയറേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചു ഇട്ടാണ് ഒരാൾ പോകുന്നെങ്കിൽ ആ വീടിന് 5000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും 50 സ്ക്വയർ ഫീറ്റിന്റെ ഗുണം ആ വീടിനില്ല എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട ഘടകം വീട്ടുകാരിയുടെ ഗുണം തന്നെയാണ്, പ്രധാനം തന്നെയാണ്. ചിലപ്പോൾ ചില വീട് ഇത്രയൊന്നുമില്ല, ഓടിട്ട് വീടാണ്, അല്ലെങ്കിൽ ടെറസാണെങ്കിൽ ചെറിയ വീടാണ്, 2 ബെഡ്റൂമേ ഉള്ളൂ, പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അവിടെ കയറി ചേർന്ന പലർക്കും ഇനിയും ഇവിടെ കയറി വരാൻ എനിക്ക് അവസരം ഉണ്ടാവണം എന്ന് മനസ്സുകൊണ്ടെങ്കിലും പറയാൻ സാധിക്കുമെങ്കിൽ അതാണ് വിശാലമായ വീട്. അങ്ങനെ വിശാലമായ, സ്വർഗ്ഗതുല്യമായ, മനോഹരമായ, ശാന്തമായ ഒരു വീടിനെ വീടാക്കി മാറ്റാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അത് പെണ്ണിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. അൽ മർഅതു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ. പെണ്ണ് തന്റെ ഭർത്തൃഗൃഹത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങുന്ന ഭരണാധികാരിയുടെ പണി തന്നെയാണ് ഒരു ശാന്തമായ, സ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നില്ല. ഇവിടേക്കുള്ളൊരു പ്രശ്നം എന്താ അറിയോ? ഞാനീ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളൊക്കെ ആരാണ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുക? ഇതൊക്കെ നമ്മുടെ കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും പറഞ്ഞു കൊടുക്കണ്ടേ? ആരാ പറഞ്ഞു കൊടുക്കുക? നമ്മളാ പണിയേൽപ്പിച്ചത് ഖത്തീബിനാണ്. വലിയ കല്യാണമാണ്, ഗംഭീര പരിപാടിയാണ് അല്ലേ? ഒരു 10-2000 അല്ല അതിലേറെ ആൾക്കാരൊക്കെ വിളിച്ച് വലിയ പന്തലൊക്കെ ഇട്ട് ഒരു 5-6 ഐറ്റം തീറ്റൊക്കെ ഉണ്ട്, മനസ്സിലല്ലേ? എല്ലാം കരിച്ചും പൊരിച്ചൊക്കെ ഉണ്ട്. അപ്പൊ ഇത്ര ഗംഭീരമായിരിക്കുന്ന വിവാഹമൊക്കെ ആവുമ്പോ നിക്കാഹിന്റെ കൊത്തുപായിട്ട് മോശം പറ്റില്ല. ഹുസൈമാട് പോലെ ആവട്ടെ അല്ലേ? കിട്ടിയില്ലെങ്കിൽ അടുത്തുള്ള നോക്കാം. എന്തേ എല്ലാം നമ്മളങ്ങനെയല്ലോ, എല്ലാം അങ്ങനെ ഉഷാറാക്കി പോകും. ആ ഉഷാറിന്റെ കൂടുതലാണ് വിടുക. ഹുസൈൻ മടവൂരാണെങ്കിലും ഇനി വേറെ ആരാണെങ്കിലും ഒരു നിക്കാഹിന്റെ കൊത്തുപാൻ തന്നെ കുറച്ച് ആ ശാസ്ത്രത്തെ കുറിച്ച് കൂടി ബോധമുള്ള ആളാണെങ്കിൽ ഒരു 8 മിനിറ്റ് 10 മിനിറ്റ് 12 മിനിറ്റ് പരിപാടി ചെയ്യും. അതിലേറെ അപ്പുറം പോല ഒരു ജീവിതം ഇവിടുന്ന് തുടങ്ങുന്ന ഒരു പുതിയ ജീവിതമാണ്. 50, 60, 70 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ജീവിതം. ആ ജീവിതത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം കൂടി നൽകാൻ ഈ 12 മിനിറ്റ് കൊണ്ട് കഴിയുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ആയിരിക്കണം റസൂലുള്ളാഹി അത് സുന്നത്താകായിരുന്നത്. മാത്രമല്ല ആർക്ക് വേണ്ടിയാണ് ഈ ഖുത്ബ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. വിളിച്ചാൽ ഞാനും പോകാറുണ്ട്, പോകാതെ എന്താ അതിക്ക് വീറുണ്ടെന്ന് അറിയും, അവിടെ പോകുന്നത് ഇങ്ങനെ എടുക്കും പോവുകയും ചെയ്യും. പക്ഷേ ഇത് ആർക്ക് വേണ്ടിയിട്ടാ? നിങ്ങൾ വിചാരിക്കണ്ടോ വധുവരന്മാർക്ക് വേണ്ടിയാന്ന്? ഇല്ല. ആ ഖുത്ബ ഒട്ടും ശ്രദ്ധിക്കാത്ത 2 ആളുകൾ വധുവും വരനുമാണ്. അവർക്ക് കഴിയില്ല. എനിക്കറിയാം, ഞാൻ ഒരിക്കൽ ഒരു സ്ഥലത്ത്
നമ്മുടെ ഒരു സുഹൃത്തിന്റെ വിവാഹം നിക്കാഹത്ത് നടത്തി കൊടുത്തു. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വേറൊരു സുഹൃത്തിന്റെ നിക്കാഹത്ത്. അപ്പൊ ഇവർ രണ്ടുപേരോടുണ്ട്. ഇവർ രണ്ടുപേരാണ്. അവര് ഇത് കഴിഞ്ഞ ദിവസത്തിനോട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നതാണ്. അവന്റെ നിക്കാഹത്ത് നടക്കുന്നുണ്ട് ഒരു വേറെ ലോകത്താണേ. അവൻ ആ ലോകത്തിന് പിടിച്ചു വന്നിട്ട് വേണം, അതിന് മുമ്പ് വേണം കൊടുക്കേണ്ട ഉപദേശം കൊടുക്കാൻ. അള്ളാഹുവിന്റെ റസൂൽ ആ മര്യാദ കാണിച്ചു. ഫാത്തിമ ബിയുടെ വിവാഹം നടത്തി കൊടുക്കുന്നു. ആര് നടത്തി കൊടുത്തത്? ആ റസൂലുള്ള അല്ല, റസൂലുള്ള എന്ന് പറയുന്ന ഫാത്തിമയുടെ പിതാവാണ് നടത്തി കൊടുത്തത്. അവിടെ റസൂൽ എന്ന് കാണണ്ട, പിതാവ് എന്ന് കണ്ടാൽ മതി. എന്ന് പറഞ്ഞാൽ മകനാണെങ്കിലും മകളാണെങ്കിലും അവർക്ക് നൽകാവുന്ന ഏറ്റവും നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതം കൊണ്ട് നൽകാൻ കഴിയുന്നവർ മാതാപിതാക്കളാണ്. 18 വയസ്സിലെ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു നോക്കുമ്പോൾ മാതാപിതാക്കൾക്ക് മിനിമം ഒരു 19 കൊല്ലത്തെ അനുഭവ പരിചയമെങ്കിലും ഉണ്ടാവില്ലേ? ആ അനുഭവങ്ങൾ മികച്ചതായിരിക്കണം, മാതൃകാപരമായിരിക്കണം. അതാണ് തന്നെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ വിവാഹം കഴിക്കുന്നു, 25 വയസ്സുണ്ട്, അവന് മാതാപിതാക്കൾക്ക് 26 കൊല്ലത്തെ അനുഭവം മിനിമം ഉണ്ടാവില്ലേ? അത് മാതൃകാപരമാണെങ്കിൽ, അത് പങ്കുവെക്കാൻ സാധിച്ചാൽ, അത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല, ദിവസങ്ങൾ കൊണ്ട്, മാസങ്ങൾ കൊണ്ട്, ജീവിതങ്ങൾ കൊണ്ട് പങ്കുവെക്കാൻ സാധിച്ചാൽ അവിടെ കിട്ടുന്ന ആ ഒരു മേന്മണ്ടല്ലോ, ചെറുതൊന്നല്ല. അതാണ് അവർക്ക് കൃത്യമായ വെളിച്ചമേകുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നൊരവസ്ഥയിലേക്ക് നമുക്കെത്താൻ പറ്റണമെങ്കിൽ നമ്മൾ ആ ദൗത്യം നിർവഹിക്കുന്നിടത്തേക്ക് നമ്മൾ മാറണം. അപ്പൊ നമ്മളാണ് നമ്മുടെ മക്കളുടെ മുമ്പിൽ ഏറ്റവും നല്ല ദമ്പതികളായി മാറേണ്ടത്. ആ ഏറ്റവും നല്ല ദമ്പതികൾക്ക് മക്കൾക്ക് ആവശ്യമുള്ളത് കൊടുക്കാൻ കഴിയും. അങ്ങനെ കൊടുക്കുന്നൊരു സാഹചര്യം വന്നാൽ ഞാനീ പറഞ്ഞ ആണ് ആണാവും, പെണ്ണ് പെണ്ണാവും. ഓരോരുത്തരും അവരവരുടെ ദൗത്യവും ഉത്തരവാദിത്തങ്ങളും മനസ്സിലാക്കി പെരുമാറും. അങ്ങനെ പ്രവർത്തിക്കും. അതിന്റെ ഗുണം അവർക്ക് ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കും. ഇത് എല്ലാ തലങ്ങളിലും. പക്ഷെ പലപ്പോഴുമുള്ള, ഞാൻ പറഞ്ഞല്ലോ, വിവാഹ ജീവിതത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കുറെ ആളുകൾക്ക് അതിന്റെ പുരുഷപക്ഷ വായനാണ് താല്പര്യം, ചിലർക്ക് സ്ത്രീപക്ഷ വായനാണ് താല്പര്യം. പക്ഷെ റസൂലുള്ള ഒക്കെ ബാലൻസ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. എല്ലാം ബാലൻസ് ചെയ്തിട്ട് സംസാരിച്ച് നമ്മൾ സാധാരണ കേൾക്കണേ ഒരു ഹദീസാണത്. ഒരു പെണ്ണ് മരിക്കുമ്പോൾ തന്റെ ഭർത്താവിന്റെ തൃപ്തിയോടുകൂടിയാണ് മരിച്ചത് എങ്കിൽ അവൾ സ്വർഗത്തിലായി. അപ്പോ ഒരു പെണ്ണിന് സ്വർഗം വാങ്ങിക്കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? അവള് ഭർത്താവിനെ ഇങ്ങനെ സ്നേഹിച്ച് ശുശ്രൂഷിച്ച് തൃപ്തിപ്പെടുത്തി സമാധാനിപ്പിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓക്ക് സ്വർഗോറപ്പായി. അതുകൊണ്ട് പെണ്ണുങ്ങളെ, നിങ്ങളൊക്കെ സ്വർഗത്ത് പോകണമെങ്കിൽ ഭർത്താവിനല്ലോ നോക്കിക്കോളിയും. പക്ഷെ റസൂലുള്ളാഹി പറഞ്ഞു നിർത്തിയില്ല. പുറത്ത് ഓനോടും പറഞ്ഞു, എനിക്ക് സ്വർഗത്ത് പോണ്ടേ, പോണം. എന്താ മാർഗം? ഖിയാറുക്കും ഖിയാറുക്കും ലിഅഹ്ലിഹിം. നീ മാന്യനാണ്, നീ നല്ലവനാണ് എന്ന് നീ മാത്രം പറഞ്ഞാൽ പോരാ. അത് നിന്റെ ഭാര്യയ്ക്ക് ബോധ്യപ്പെടണം, നിന്റെ കുടുംബത്തിന് ബോധ്യപ്പെടണം. അവളാണ് അത് അംഗീകരിച്ച് ഒപ്പുവെക്കേണ്ടവൾ. ഒക്കെ ബാലൻസ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പോഴത്തെ പ്രശ്നം എന്താ അറിയോ? ഒരു ക്ലാസ്സിൽ പിന്നെ മാതാവിന്റെ കാലിച്ചുവട്ടിലാണ് സ്വർഗം എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നിട്ട് ചോദിച്ചു, ഈ സ്വർഗം എന്ന് പറഞ്ഞാൽ ഭയങ്കര മുന്തിയ മുതലല്ലേ, ഇത്ര മഹത്തായ ഒരു അനുഗ്രഹം അല്ലേ? ആ സ്വർഗത്തിന്റെ മുകളിൽ ഇങ്ങനെ എടുത്തു വെക്കാൻ പറ്റിയ കാലാവണ്ട എന്റെ ഉമ്മാന്റെ കാലിൽ. എന്നാ നിന്റെ ഉമ്മ അത്ര മഹതിയാണ്ടേ? സ്വർഗത്തിന്റെ മുകളിൽ കാല് വെക്കാൻ മാത്രമുള്ള മഹതിയാവണ്ടേ എന്റെ ഉമ്മ? ഇത് ചോദിക്കുന്ന മക്കളാന്നുള്ളത്. ആ മക്കളുടെ മുമ്പിലാ നമ്മളെന്ന ദമ്പതികൾ ജീവിക്കുന്നത്. അപ്പോ മാതൃകകൾ കൊടുക്കേണ്ടത് നമ്മളാ. ആ കൊടുക്കുന്നതാണ് അവരിൽ നിന്ന് തിരിച്ചു കിട്ടുക. ഭാഷയൊക്കെ പഠിക്കുന്ന അങ്ങനല്ലേ? ചെറുപ്പകാലത്ത് ഒരു കുട്ടി കേൾക്കുന്നതാണ് അവന്റെ ഭാഷ. ഇപ്പോ നമ്മുടെ കൂടെ തന്നെ വളർന്നാൽ നമ്മൾ സംസാരിക്കുന്ന അതേ സംസാരം. ഇപ്പൊ മലപ്പുറത്താണെങ്കിൽ മലപ്പുറത്തെ സംസാരം തന്നെ കുട്ടി കിട്ടുള്ളൂ. തൃശ്ശൂർക്കാരാണെങ്കിൽ അതാ കിട്ടുക. എന്താ കാരണം? മാതാപിതാക്കളാണ് ആദ്യത്തെ അധ്യാപനം, ആദ്യത്തെ മദ്രസ അല്ലെങ്കിൽ സ്കൂള്. അവിടെ നിന്നാണ് ഒരു കുട്ടി ജീവിതം പഠിക്കുന്നത്. ആ ജീവിതം ആ നിലക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കാൻ 1-2 കാര്യങ്ങൾ കൂടി പറയുന്നുള്ളൂ. അപ്പൊ ജീവിതത്തെ മധുരകരമാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് ആവശ്യമുള്ളതെന്തോ അത് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കി മുന്നോട്ട് പോകാം. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ മാത്രമല്ല ഈ സന്തോഷം, ദുനിയാവിൽ മാത്രമല്ല ഈ സന്തോഷം. ഇവിടെ തന്നെ ഞാൻ ഈ വിഷയത്തിന്റെ ഒരൊറ്റ പാർട്ടിന്റെ ഏതാനും ഭാഗങ്ങൾ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഇതിന് ഒരുപാട് പാർട്ടുകളുണ്ട്. അത് ഓരോന്നും സംസാരിക്കാൻ ഒരുപാട് മണിക്കൂറുകൾ വേണം. നിങ്ങൾക്കൊട്ടും സമയമല്ല, എനിക്കും സമയമല്ല. അതുകൊണ്ട് ഈ ഒരൊറ്റ പാർട്ടിന്റെ ഏതാനും ഭാഗങ്ങൾ ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഈ ബന്ധം ഏതുവരെ പോകണം? ഏതുവരെ പോകണം നമ്മുടെ ബന്ധം? നല്ല ബന്ധമായി, സന്തോഷകരമായ, ആനന്ദകരമായ ഈ ബന്ധം എത്ര വരെ? പലപ്പോഴും പറയുക മരണം വരെ നാം പോരാ.
ഖുർആൻ കൃത്യമായി പറഞ്ഞു വെച്ചു, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ, ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. ആ ശാശ്വതമായ അനുഗ്രഹീതമായിരിക്കുന്ന സ്വർഗത്തോപ്പുകൾ, അവിടേക്ക് നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ അവിടെ പലരെയും അന്വേഷിക്കുന്നുണ്ട്. ആ അന്വേഷിക്കുന്നവർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ആരെ അന്വേഷിക്കുന്നത്? നമ്മളിങ്ങനെ ഖുർആൻ ഓതിയപ്പോൾ ഇങ്ങനെ കേട്ടില്ല ഹൂർലിങ്ങളെ കുറിച്ചൊക്കെ അല്ലേ? അപ്പൊ സ്വർഗത്ത് ഇങ്ങനെ പോയിച്ചിങ്ങനെ ആ വാതിക്ക് എന്നിട്ട് നോക്കുക, എവിടെ ഇപ്പം മുതലിരിക്കണേ, ഏത് ഭാഗത്താ ഇങ്ങനെ തെരഞ്ഞെടുക്കാണ്. ഓളാകെ ബേജാറില്ല, കാരണം ഓളെ പറ്റി ഒന്നും പറഞ്ഞതില് എല്ലാ വനിതാ ക്ലാസ്സിലും പെണ്ണുങ്ങൾ വെക്കണേ, നിങ്ങൾക്കവിടെ ഓർലികളൊക്കെ ഉണ്ട്, ഞങ്ങൾക്കാരാണ്, മനസ്സിലല്ലേ? അപ്പൊ ഓൾക്കൊരു വിവരമില്ല, ആരെപ്പോഴും വരാളില്ലെന്നൊരു പിടുത്തമില്ല. രണ്ടാളിങ്ങനെ നോക്കിട്ട് വരതാണ്. അതിനെ അല്ല പറഞ്ഞത്, നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് നോക്കണ്ട, നിങ്ങളെ കൂടെ തന്നെ ഉണ്ട്, വേണ്ട നോക്കണം. അതാണ് വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അവിടെ ലഭിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്ന ഹൂർലിങ്ങൾ അത് നമ്മുടെ ഇണകൾ തന്നെയാണ് എന്നാണ് ഖുർആനിക അധ്യാപനങ്ങളുടെ കുറച്ചുകൂടി ഇറങ്ങിച്ചെന്നാൽ മനസ്സിലാകുന്നത്. ഇത് നിങ്ങൾ എത്ര പേര് സ്വീകരിക്കും നിങ്ങൾക്കറിയില്ല. ഞാൻ എടുത്ത് പറഞ്ഞപ്പോ പിന്നെ ഇബ്നു കസീറിന്റെ ഉദ്ധരണിയൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? തഫ്സീറിലൊക്കെ ഉണ്ട് ഹൂർലിങ്ങൾ എന്താന്നൊക്കെ. അപ്പോ അത് പ്രശ്നമാണ്. ഞാൻ മനസ്സിലാക്കുന്നിടത്തുള്ള ഹൂർ എന്ന് പറഞ്ഞാൽ അത് സ്ത്രീപക്ഷമോ പുരുഷപക്ഷമോ ഒന്നും അല്ലാണ്, അതൊരു പൊതുപക്ഷമാണ്, അല്ലെങ്കിൽ നിഷ്പക്ഷമാണ്. അപ്പോ എന്തുകൊണ്ട് ഒരു പ്രത്യേകമായിരിക്കുന്ന സൃഷ്ടിയായി നിങ്ങൾ പരിണമിക്കപ്പെടുമെന്നും നിങ്ങൾ വിഭാര്യരെ പോലെ അല്ലെങ്കിൽ അവിവാഹിതരെ പോലെ അല്ലെങ്കിൽ കന്യകമാരെ പോലെ ആകുമെന്നും ഖുർആൻ പറഞ്ഞു വെച്ചത് നമ്മളെക്കുറിച്ചാണ് എങ്കിൽ അവിടെ ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഇണകളും തുണകളും അങ്ങനെ തന്നെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ടൂർ പോവാണ്, ഒരുപാട് ടൂർ ഉണ്ട്, പക്ഷെ സ്വന്തം കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഭാര്യ, ഭർത്താവ്, മക്കള്, മരുമക്കള്, പേരമക്കള്, അല്ലെ, മാതാപിതാക്കള്, അങ്ങനെ ഒരു ബന്ധം, ഒരു ബസ്, ഒരു 10-40 ആളുണ്ട്. അങ്ങനെ ടൂർ പോയി കൊണ്ട് അത്ര മനോഹരമായ അത്ര മധുരതരമായിരിക്കുന്ന ഒരു ടൂർ വരണ്ടാവില്ല. പക്ഷെ അങ്ങനെ മധുരമാവണമെങ്കിൽ ഇത് തമ്മിൽ ബന്ധം വേണ്ടോ, അല്ലാത്ത നിർവാഹമില്ല. പലപ്പോഴും ടൂർ പോകുമ്പോ എന്താ ഭാര്യനെ കൂട്ടില്ലേ? ഭാര്യനെ കൂട്ടില് വെച്ചാൽ പലപ്പോഴും കൂട്ടാറില്ല. എന്താ കാരണം? സൽക്കാരത്തിന് മുമ്പ് ആരെങ്കിലും പൊതിച്ചോറ് കൊണ്ടുപോകുന്നതാണ്, മനസ്സിലല്ലേ? അതാണ് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. ഞാൻ പറഞ്ഞെന്തോ, പൊതുവിലൊരു മനുഷ്യന്റെ സന്തോഷം അവന്റെ ജീവിതം ഭാര്യയുടെ കൂടെ, ഭർത്താവിന്റെ കൂടെ, മക്കളുടെ കൂടെ, കുടുംബത്തിന്റെ കൂടെ, കുട്ടികളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ, അതാണ് സന്തോഷം. എങ്കിൽ സ്വർഗത്തിലെ അനന്തമായ ആ സന്തോഷങ്ങളിലും നമുക്ക് വേണ്ടത് അങ്ങനെ തന്നെയല്ലേ? നമ്മുടെ മാതാപിതാക്കളില്ലാത്ത, നമ്മുടെ മക്കളില്ലാത്ത, നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരില്ലാത്ത ഒരു സ്വർഗം, അതൊരു സമ്പൂർണ്ണ സ്വർഗമാകുമോ? അതാണ് ഖുർആൻ പറഞ്ഞു വെച്ചത്. വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. നല്ല മാതാപിതാക്കൾ, നല്ല ഇണകൾ, നല്ല മക്കൾ, അവരുമുണ്ട് ആ ശാശ്വതമായ സ്വർഗത്തിൽ. അപ്പോൾ ചെറിയൊരു പ്രശ്നം എന്താ അറിയോ? പടച്ചോനെ, ഇത് തന്നെയാണ് അവിടെയും കിട്ടുക എന്നുള്ളതാണ്, അല്ലേ? അങ്ങനെയുണ്ട്. ഒരുത്തനോട് എന്താണ് നിസ്കരിക്കാത്തത്? ഒരു മൊയ്ലിയാരെ പിന്നാലെ ഒരു നിസ്കരിപ്പിക്കാൻ നോക്കണേ. ഓൻ അവസാനം പറഞ്ഞു, എന്താ മൊയ്ലിയാരെ, എന്റെ പെണ്ണുങ്ങള് ഒറ്റ വക്ത് നിസ്കാരം ഒഴിവാക്കലില്ല, സുന്നത്ത് ഒഴിവാക്കൂല, തഹജ്ജുദ് വരെ നിസ്കരിക്കും. എന്തിനാപ്പത്? സ്വർഗത്ത് പോവാൻ. ഞാനും കൂടെ നിസ്കരിച്ചാലോ ഓളെ കൂടെ എല്ലാം പോണ്ടി വരാം എന്ന് പറയുന്നിടത്താണ് പലരും ഉള്ളത്. അവരുടെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ല. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ഇതാണ്. അപ്പൊ പിന്നെ എന്താ പ്രശ്നം? സ്വർഗത്തിൽ ഇങ്ങനെ തന്നെ ആവോ എന്നൊരു ആശങ്ക. അത് വേണ്ട, അത് റസൂൽ തിരിച്ചല്ലോ. ഒരു വയസ്സായ സ്ത്രീ വന്ന് റസൂലിനോട് ചോദിച്ചില്ലേ, ഞാൻ സ്വർഗത്തിലാണോ? എന്താ റസൂൽ പറഞ്ഞത്? ഉമ്മ, നിങ്ങൾ സ്വർഗത്ത് പോലാണ്, നിങ്ങൾ സ്വർഗത്ത് പോല. അവർക്ക് ഭയങ്കര സങ്കടമായി, അവർ വേവലാതിപ്പെട്ട് കരഞ്ഞു. റസൂൽ എങ്ങനെയാ സമാധാനിപ്പിച്ചത്? സ്വർഗം എന്ന് പറഞ്ഞാൽ ഒരു വയസ്സെത്തി സ്വർഗത്ത് കാണുന്നത് എന്താ കിട്ടാനുള്ളത്? എന്താ ഉപയോഗപ്പെടുത്താനുള്ളത്? എന്തെങ്കിലും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും അനുഭൂതികൾ കിട്ടുമോ? ഒന്നും കിട്ടാനില്ല. അപ്പോ സ്വർഗം എന്ന് പറഞ്ഞാൽ അനുഭവിക്കാനുള്ളതാണ്, അനുഭൂതികൾക്കുള്ളതാണ്, അല്ലെ? അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അത് ഏറ്റവും നന്നായി ആസ്വദിക്കാൻ പറ്റുന്ന പ്രായമേതോ ആ പ്രായത്തിലാണ് സ്വർഗത്തിലെത്താൻ. അതിനാണ് യുവത്വം എന്ന് പറഞ്ഞത്. യുവത്വത്തിലാണ് ഓരോരുത്തരും സ്വർഗത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതൊരു പുതിയ സൃഷ്ടിയാണ്. 90 വയസ്സിലും 105 വയസ്സിലും മരിച്ചിരിക്കുന്ന, ചുക്കിച്ചുളിഞ്ഞ് ഒന്നിനും കഴിയാത്ത, വളഞ്ഞു നുറുങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ മരിച്ചു പോയിരിക്കുന്ന ഒരു മനുഷ്യനും സ്വർഗത്തിൽ ഒരു യുവാവായി വരുന്നു പറഞ്ഞാൽ അതൊരു പുതിയ സൃഷ്ടിയാണ്.
ആ പുതിയ സൃഷ്ടി ഏറ്റവും മികച്ചതാക്കുവാൻ പടച്ചവന് ബുദ്ധിമുട്ടാവോ? സൂറത്ത് യൂസുഫിൽ ഇങ്ങനെ കഥ പറഞ്ഞു കൊടുത്തൊരു കഥ അല്ലേ? എന്താ കഥ? സുലൈഖനെ കുറിച്ച് നാട്ടുകാരിങ്ങനെ പരാതിയും പറഞ്ഞു. അപ്പൊ അവരെന്ത് ചെയ്തു? എല്ലാ പെണ്ണുങ്ങളെയും വിളിച്ചു കേൾക്കാൻ. എന്നിട്ട് ആ പെണ്ണുങ്ങൾ എങ്ങനെ ഇരിക്കുന്ന കൂടെ യൂസുഫിനെ വിട്ടു, അണ്ടിറക്കി വിട്ടു. അവരെന്ത് പറഞ്ഞു? ഹാഷലില്ല, എന്തൊരു അത്ഭുതം, ഇത് മനുഷ്യനല്ല, അതൊരു മലക്കാണ്. അതെന്താ? യൂസുഫ് എന്നൊരു ചെറുപ്പക്കാരന്റെ സൗന്ദര്യമാണത്. ഇവിടെ നമ്മൾ അത്ഭുതപ്പെട്ട് മലക്കാണ് എന്നുവരെ പറയാവുന്ന വിധത്തിലുള്ള സൗന്ദര്യം ഈ ദുനിയാവിൽ തന്നെ ഒരു മനുഷ്യന് കൊടുക്കാൻ പടച്ചവന് കഴിയുമെങ്കിൽ സ്വർഗത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള മുഴുവൻ മനുഷ്യരെയും യൂസുഫിനെ പോലെയോ അതിലേറെയോ സുന്ദരന്മാരാക്കുവാൻ പടച്ചവന് കഴിയില്ലേ? കുട്ടി വായിച്ചാൽ കിട്ടും. സുന്ദരിമാരിയ സുന്ദരി ആരാ? പാൽനില പുഞ്ചിരി തൂകുമാ സുന്ദരി. ബാക്കി എന്ന് പറഞ്ഞേ എന്തൊരു കഷ്ടം. ഒക്കെ ഞാൻ എന്നെ പറഞ്ഞു പറഞ്ഞാൽ അതാണ് പൂമകൾ ഫാത്തിമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മകള് ഫാത്തിമ എന്നത് ഒരുപക്ഷെ മുസ്ലിം പെണ്ണിന്റെ ഒരു സ്ത്രീയുടെ പ്രതീകമാണ്. പ്രവാചക തിരുമേനി പല വിഷയങ്ങളും ആ ഒരു പെൺകുട്ടിയെ വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഒരുപാട് വിഷയങ്ങളിൽ. എത്രത്തോളം? അലി റളിയല്ലാഹുവിന് ഒരു വിവാഹാലോചന, അതുകൂടി പറഞ്ഞാൽ ഈ വിഷയം തീരുട്ടോ. ഒരു വിവാഹാലോചന ഒരാളിങ്ങനെ കൊണ്ടുവന്നു. റസൂലാണല്ലോ അലിന്റെ അമ്മോശനോട് ആദ്യം ചോദിക്കണ്ടത്. അതിന്റെ ഉത്തരം മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾക്ക്. രണ്ടാമതൊരു കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണിച്ച് വരുന്ന ആൾ ചോദിക്കേണ്ടത് അമ്മോശനോടാണ്. ഉത്തരം എങ്ങനെ കിട്ടുന്നതല്ലേ ഇവിടെ നോക്കെ. റസൂലിനോട് കിട്ടിയ ഉത്തരം മോശമൊന്നുമല്ല. റസൂലിനകത്ത് വന്നു അലിക്കൊരു കല്യാണേറ്റ്. റസൂലിന എന്താ പറഞ്ഞോ? ഞാൻ പറയാം. എന്നിട്ട് നേരെ വന്ന് പള്ളിയിൽ മിമ്പർമല കയറി. സ്വന്തം വീട്ടിലെ കുടുംബകാര്യം മാത്രമാണ് ഈ വിഷയം. എന്തിനാ മിമ്പർമ കയറിയത്? ലോകത്തുള്ള മുഴുവൻ മുസ്ലിം പെൺകുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കാൻ തന്നെ. കയറിയിട്ട് പറഞ്ഞു, അലിക്കഥ വിവാഹാലോചനമായ ഒരു ടീം വന്നിരിക്കുന്നു, എന്നോട് സമ്മതം ചോദിച്ചിരിക്കുന്നു. എനിക്ക് സമ്മതമല്ല. വേണമെങ്കിൽ അലി ഫാത്തിമയെ മൊഴി ചൊല്ലി വീട്ടിൽ കൊണ്ടാകട്ടെ, എന്നിട്ട് വേറൊന്ന് കെട്ടിക്കോട്ടെ. ഇസ്ലാമിൽ ബഹുഭാരിത്വം പറഞ്ഞിട്ടല്ലേ? എന്താണ്? കണ്ട് അതിന്റെ ബാക്കിയുണ്ട്, ശേഷമുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് വായിക്കുക. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ മാതൃക നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് എപ്പോ എങ്ങനെ ഏതവസ്ഥയിൽ? എന്തുകൊണ്ട് പ്രവാചക തിരുമേനി സ്വന്തം മകളുടെ വിഷയം വന്നപ്പോ ആ മകളിൽ ഒതുക്കാതെ സമൂഹത്തിന് മുമ്പിലേക്ക് ഇറങ്ങി വന്ന വിഷയം പറഞ്ഞു? എനിക്കിങ്ങനെ തോന്നുന്ന പോലെ ഇടക്കിടക്ക് ഇങ്ങനെ കല്യാണം കഴിക്കാൻ വകുപ്പൊന്നും ഇസ്ലാം കൊടുത്തിട്ടില്ല. അതിനാദ്യത്തെ പെർമിഷൻ വേണ്ടത് സ്വന്തം ഭാര്യയുടെ രക്ഷിതാവിൽ നിന്നാ. ഇത് ഇമാം ബുഖാരിയാണ് രേഖപ്പെടുത്തിയ 2 സ്ഥലത്ത്. അതിലൊരു സ്ഥലം ഭാര്യ-ഭർത്തൃ ബന്ധത്തിലെ വിള്ളലിനെ കുറിച്ച് പറഞ്ഞെടുത്താം. മറ്റൊരു സ്ഥലം രണ്ടാം വിവാഹത്തിന് ആദ്യ ഭാര്യയുടെ പിതാവിന്റെ പിന്നെ അനുവാദം വേണം എന്ന് പറഞ്ഞ ഹെഡിങ്ങില. വായിച്ചാൽ ഉത്തരങ്ങൾ കിട്ടും. അത് ഞാൻ വിട്ടുന്നു. ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഫാത്തിമ എന്ന് പറയുന്നത് കേവലം ഒരു പ്രവാചകത്തിനുമേടെ മകൾ എന്ന നിലക്ക് മാത്രമല്ല, മുസ്ലിം പെണ്ണിന്റെ പ്രതീകമായിട്ടാണ് പ്രവാചകത്തിനുമേ വരച്ചു കാണിച്ചത്. ആ ഫാത്തിമ എല്ലാ അർത്ഥത്തിലും പ്രവാചകരെ പോലെ തന്നെ, പ്രവാചകർ എന്ന ആ ഒരു ശരീരത്തെ അങ്ങനെ തന്നെ കൊത്തിവെച്ചതുപോലെയുള്ള സൗന്ദര്യം, എല്ലാ അർത്ഥത്തിലും തികഞ്ഞ സൗന്ദര്യവും തികഞ്ഞ സ്വഭാവവും എല്ലാം നിറഞ്ഞു തുളുമ്പുന്ന ഒരു പ്രതീകമായി ഫാത്തിമയെ നമ്മൾ കണ്ടു. അങ്ങനെ ഒരു ഫാത്തിമയെ ഈ ഭൂമിയിൽ അള്ളാഹു നൽകാൻ പറ്റുമെങ്കിൽ സ്വർഗത്തിലേക്ക് അണയുവാനുള്ള മുഴുവൻ സഹോദരിമാരെയും ഫാത്തിമയെ പോലെ അതിലേറെ സുന്ദരികളായി ആർക്കും പരസ്പരം മടുക്കാത്ത വിധത്തിലുള്ള സുന്ദരികളുമായി നമ്മളെ മാറ്റിയെടുക്കുവാൻ പടച്ചറബിന് കഴിയുമെങ്കിൽ അതാണ് ആ പറഞ്ഞു വെച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുരിയാതിഹിം. അങ്ങനെ ഈ സന്തോഷം ഇവിടെ ആരംഭിച്ച് ഇവിടെ തുടർന്ന് അത് മുന്നോട്ട് പോയി നാളെ പാരത്രിക ലോകത്ത് സ്വർഗത്തോളം എത്തി നിൽക്കുന്ന മധുരതരമായ മനോഹരമായിരിക്കുന്ന ഒരു ദാമ്പത്യമായി നമുക്ക് മാറാൻ കഴിയട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് വെക്കാനുണ്ട്, പക്ഷേ ഒരുപാട് പരിമിതികളുമുണ്ട്. ഇവിടെ അവസാനിപ്പിക്കുന്നു. പടച്ച റബ്ബ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും പ്രവാചകചര്യയും കൃത്യമായി പഠിക്കുവാനും പകർത്തുവാനും അതിന്റെ വക്താക്കളും പ്രയോക്താക്കളും പ്രചാരകരുമായി ജീവിതത്തെ ധന്യമാക്കുവാനും നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ബന്ധങ്ങളായി മനോഹരമായ ശാന്തമായ സ്വസ്ഥമായ സുന്ദരമായ മധുരകരമായ
ബന്ധങ്ങളായി നമ്മുടെ ബന്ധങ്ങളെ അള്ളാഹു മാറ്റുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും ദുനിയാവിലും നാളെ പരലോകത്തിലും സമാധാനവും സന്തോഷം ലഭിക്കുന്ന കൺകുളിർമയേകുന്ന ബന്ധങ്ങളായി ഞങ്ങളുടെ ബന്ധങ്ങളെ നീ മാറ്റണം തമ്പുരാനെ. മറ്റുള്ളവർക്ക് മാതൃകകളായി ഞങ്ങളെ കാണാൻ, ഞങ്ങളെന്ന ദമ്പതികളെ കാണാൻ അതിനുള്ള അവസരങ്ങളിലേക്ക് ഞങ്ങളെ നീ പരിവർത്തിപ്പിച്ചു കൊണ്ടുപോകണം തമ്പുരാനെ. നാളെ പരലോകത്തിലെ സൗഭാഗ്യവന്മാരിൽ മക്കളുടെ കൂടെ, മാതാപിതാക്കളുടെ കൂടെ, ഇണകളുടെ കൂടെ സ്വർഗത്തിലണയാൻ സാധിക്കുന്ന ആ സൗഭാഗ്യവാന്മാരിൽ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. اللهم احينا على الكتاب والسنه وامتنا مع الايمان والتوبه وتوفنا مسلمين والحقنا بالصالحين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنه مع الابرار. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا تقبل منا انك انت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله.